واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കമ്പിൽ കാട്ടാമ്പള്ളി പ്രദേശത്ത് ഒരു കുടുംബ സംഗമത്തിൽ ഒരുമിച്ചു കൂടി ഇസ്ലാമികമായ ചില അറിവുകൾ, തിരിച്ചറിവുകൾ നൽകുന്ന, പരസ്പരം പഠിക്കാനും ഓർമ്മപ്പെടുത്താനും ഉപകരിക്കുന്ന ഒരു മജ്ലിസിലാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു വീട്, ഈ ഒരു പരിസരം ഇത്തരം ഒരു നന്മക്ക് വേണ്ടി നൽകിയ ഈ കുടുംബത്തിനെല്ലാം അല്ലാഹു ഖൈറും ബറകാത്തുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ഒരുപാട് ആളുകൾ, ഈ നന്മയിൽ പങ്കുചേരാൻ ആഗ്രഹിച്ചവർ ആശുപത്രികളിലും മറ്റുമൊക്കെയായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഫലസ്തീനിൽ നമ്മുടെ കുഞ്ഞനുജന്മാർ, അവർ ദുരിത ജീവിതത്തിന്റെ വിവിധങ്ങളായ തലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനികൾക്ക് ആശ്വാസവും ക്ഷമയും ഈമാനും പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കിയതുപോലെ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തി ഈ കുടുംബത്തിന്റെ സദസ്സിനെ, അല്ലെങ്കിൽ ഈ ഒരു കുടുംബ സദസ്സിന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് നല്ല ഒരു ഇഖ്ലാസോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. കുട്ടികളെയൊക്കെ കൂടെ ഇരുത്തി മൊബൈൽ ഫോണുകളൊക്കെ തൽക്കാലം ഒന്ന് സൈലന്റ് വെച്ചു നമുക്കിത് ഉപകരിക്കുന്ന ഒരു സദസ്സായി മാറേണ്ടതുണ്ട്. നമ്മൾ എത്രയോ പ്രഭാഷണങ്ങളും വഅളുകളും ഖുതുബകളും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എത്ര നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും സ്വാധീനിക്കുന്നുണ്ട് എന്നത് ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. വർഷങ്ങൾ എത്ര കഴിഞ്ഞുപോയി, എത്രയെത്ര കൊല്ലങ്ങളായി കേരള ജനതയിൽ ഇസ്ലാമിന്റെ നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ലേഖനങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന, വിവിധ ഇനത്തിലുള്ള വൈജ്ഞാനിക ചർച്ചകൾ കൊടുത്തിട്ട് പോലും പലപ്പോഴും ആ തിന്മകൾ അവിടെ തന്നെ കിടക്കുന്നു. പണ്ടില്ലാത്ത തിന്മകൾ രംഗത്ത് വരുന്നു. കുടുംബങ്ങളിൽ മുമ്പ് കേൾക്കാത്ത വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ പ്രശ്നം? അതിന്റെ മുഖ്യ കാരണം മനസ്സിനകത്തേക്ക്, ഹൃദയത്തിനകത്തേക്ക് വെളിച്ചം കടന്നു വരാത്തതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ചരിത്രങ്ങൾ വായിച്ചു നോക്കി. ഒരു ദിവസം യുദ്ധമില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. പിന്നീട് അവരുടെ ഹൃദയത്തിനകത്തേക്ക് അള്ളാഹുവിന്റെ കലാമ് ശരിക്ക് തറച്ചങ്ങ് കയറിയപ്പോൾ ഒരു കുട്ടി കരയുന്ന കരച്ചിൽ പോലും അവർക്ക് വേദനിക്കുന്ന വേദന കാഴ്ചകളായി മാറി. പണ്ട് മദ്യമില്ലാതെ, ലഹരിയില്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത, ഒന്ന് നടന്നു നീങ്ങാൻ കഴിയാത്ത, ഒരു ജോലിക്ക് പോകാൻ കഴിയാതിരുന്ന ജാഹിലിയക്കാരോട് നിങ്ങൾ ഇത് നിർത്തണം എന്ന ഖുർആനിന്റെ കൽപ്പന അവരുടെ ഹൃദയത്തിനകത്ത് കയറി വന്നപ്പോ ഒഴിച്ചു വെച്ച മുഴുവൻ കന്നാസുകളും പാത്രങ്ങളും തച്ചുടച്ച് ആ മദ്യത്തിന്റെ അംശങ്ങളിൽ നിന്നുണ്ടായ ചെടികളിൽ നിന്നുള്ള കായ്കനികൾ പോലും കഴിക്കാൻ അവർ പഠിച്ചു. പലിശ കൊടുക്കാനുള്ളതും മേടിക്കാനുള്ളതും കിട്ടാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു. പക്ഷെ അറഫാ കുന്നിന്റെ മുകളിൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി, ഇനി മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലിശ ഇല്ല. പിന്നെ അവർ കിട്ടാനുള്ള ലക്ഷക്കണക്കിന് ദിർഹമിന്റെ പലിശനെ പറ്റി പിന്നെ ചർച്ച ചെയ്തിട്ടില്ല. അവർക്ക് കച്ചവടം ഹലാലാക്കി കൊടുത്തു, പലിശ അവർക്ക് ഹറാമാക്കി കൊടുത്തു. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആളുകളെ പോലും പരിവർത്തനത്തിന് വിധേയമാക്കാനുണ്ടായ കാരണം എന്താണ്? അവരുടെ ഹൃദയത്തിനകത്തേക്ക്, മനസ്സിലേക്ക് കുളിർമഴയായി അല്ലാഹുവിന്റെ ഖുർആനകത്തേക്ക് കടന്നു വന്നു. നമ്മളൊരു കുടുംബമായി ജീവിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ ക്വാളിറ്റി അള്ളാന്റെ ഖുർആനിനെ നെഞ്ചിലേറ്റുന്ന കുടുംബമായി നമ്മൾ മാറാണ്. അതൊരു ഷെൽഫിൽ ഇങ്ങനെ ഭംഗിയാക്കി വെച്ചു, അൽമാരയിലേക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോ പുതിയ പുതിയ ഖുർആൻ കൊണ്ടുവരുന്നുണ്ട്. ചെറുതും വലുതുമായ വ്യത്യസ്ത തരത്തിലുള്ള ഖുർആനുകളുണ്ട്. അതുകൊണ്ടൊന്നും നമ്മുടെ മനസ്സിക്ക് കയറൂല. അത് തുറന്ന് പഠിക്കാൻ തുടങ്ങണം. അത് 23 കൊല്ലക്കാലത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക്, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സ്ഫുടം ചെയ്ത് കൊടുത്തപ്പോ അവർ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്ര വലിയ മാറ്റായി. ആദ്യം അവരെ കുറിച്ച് പറഞ്ഞത് വൈൻകാനോ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവര് വ്യക്തമായ ഒരു വഴികേടിന്റെ ജീവിതം നയിച്ചവരായിരുന്നു. പിന്നീട് 23 കൊല്ലങ്ങൾക്ക് ശേഷം ആയത്തുകൾ ഇറങ്ങിയപ്പോ പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമരായ സമുദായമായി മാറിയിരിക്കുന്നു, നല്ല ജനതയായി മാറിയിരിക്കുന്നു. കാരണം ജനങ്ങളോട് നന്മ കൽപ്പിക്കും, ജനങ്ങളിൽ തിന്മ കാണുമ്പോ നിങ്ങൾ എതിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മതവിധി പറഞ്ഞു കൊടുത്തത് എങ്ങനെയായിരുന്നു? സൂറത്തുൽ ജുമുഅയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ പ്രവാചകൻ അവരിലേക്ക് നിയോഗിച്ചയച്ചപ്പോൾ യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. കുട്ടി നന്നാകണില്ല, ഭർത്താവ് ശരിയാകണില്ല, ഭാര്യ പറഞ്ഞാൽ അനുസരിക്കണില്ല, വാപ്പാനും മാനും എത്ര പറഞ്ഞിട്ട് നന്നാവണില്ല, അങ്ങനെയൊക്കെ പരാതി പറയുന്ന ആൾക്കാർക്കുള്ള സൂചനയാണ് ആയത്ത്. യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ചെയ്തിട്ടുണ്ടോ? വയുസക്കീഹിം, വഹീന്റെ അടിസ്ഥാനത്തിൽ അവരെ ശുദ്ധീകരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ കിതാബും നബിന്റെ സുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ മദ്യം ഒഴിവാക്കി, പലിശ ഒഴിവാക്കി, ദാമ്പത്യ ജീവിതം നന്നാക്കി, മദ്യവും യുദ്ധവും പെണ്ണുമില്ലാതെ കടന്നുറങ്ങാത്ത മനുഷ്യന്മാര് ഹലാലുകൾ തേടി മാത്രം സഞ്ചരിക്കാൻ തുടങ്ങി. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ഈ ഖുർആനിനെ സ്ഥാപിക്കണം മനസ്സിനകത്തേക്ക്. ഈ ഹുദ ലഭിക്കുന്ന സന്മാർഗത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത ഹുദൽ ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നമ്മളിത് റമദാനിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല. ഇത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്, ജനങ്ങൾക്കുള്ള സത്യവും അസത്യവും വേർതിരിച്ചു തരുന്ന ഗ്രന്ഥമാണ്. വമൗഇളത്തുൻ, ഇത് സാരോപദേശമാണ്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിനകത്ത് എന്തൊക്കെ സങ്കടങ്ങൾ പറയാനുണ്ടോ, എന്തൊക്കെ വിഷമങ്ങളുണ്ടോ ഹൃദയത്തിനെ, അതെല്ലാം ശിഫയാക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ഇത് പഠിച്ചാൽ, ഇത് പകർത്തിയാൽ, ഇത് കുടുംബത്തിലെത്തിയാൽ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നേരായ, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇത് പഠിക്കലാണ് നമ്മുടെ ഒന്നാമത്തെ കുടുംബം നന്നാവാനുള്ള ഏക മാർഗം. കുടുംബത്തിൽ എല്ലാവർക്കും സ്വർഗം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ഡ്യൂട്ടി അള്ളാന്റെ ദീന് ഖുർആനികമായി അവിടെ എത്തണം. അതേ സ്ഥാനത്ത് വീടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും പറഞ്ഞു, നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മഖ്ബറകളാക്കരുത്.
മക്കപ്പറമ്പ ഖുർആനോത്ത് ഉണ്ടാവില്ല, മക്കപ്പറമ്പ നിസ്കാരം ഉണ്ടാവില്ല, മക്കപ്പറമ്പ പിന്നെ പ്രത്യേക ദിക്റിലിരിക്കുന്നുണ്ടാവില്ല. അവിടെ സിയാറത്ത് ചെയ്യും, നമ്മൾ പ്രാർത്ഥിക്കും, ആ മഗ്ഫിറത്തിന് വേണ്ടി, മർഹമത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ പോരും. എന്നാൽ വീട് അങ്ങനെ ആയാൽ പോരാ, വീട്ടിൽ നിസ്കാരം വേണം. പുരുഷന്മാര് സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കണം, സ്ത്രീകൾ വീട്ടിൽ സമയബന്ധിതമായി നിസ്കരിക്കണം. 7 വയസ്സുള്ള കുട്ടിനെ മുതൽ നിസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇത് ഖുർആനിന്റെ ഒരു പ്രത്യേകമായ ഒരു തസ്കിയത്തിന്റെ ഭാഗമാണ്. മനുഷ്യൻ അവന്റെ ഏത് മനസ്സിനകത്തും വീടിനകത്തും അവന്റെ ജീവിതത്തിൽ ഖുർആൻ കൊണ്ടുവരിക. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും ഉത്തമമായ സംസാരം അള്ളാന്റെ കലാമാണ്. നമ്മൾ കുറെ വർത്താനം പറയും, നാട്ടു വർത്താനം, കച്ചവടം, രാഷ്ട്രീയമൊക്കെ പറയും. ഏറ്റവും നല്ല സംസാരം അള്ളാന്റെ കലാമാണ്. ഓതിയാൽ കൂലി കിട്ടുന്ന, വായിച്ചാൽ കൂലി കിട്ടുന്ന, കേട്ടാൽ കൂലി കിട്ടുന്ന ഗ്രന്ഥം ഇന്ന് ലോകത്ത് വിശുദ്ധ ഖുർആനാണ്. ഒരക്ഷരത്തിന് 10 നന്മ പ്രതിഫലം വാഗ്ദാനം പറഞ്ഞിരിക്കുക. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ പരിഹരിക്കാനുള്ള ഏക മാർഗം, ഒന്നാമത്തെ മാർഗം പറയുന്നത് വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരിക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ ഒരുപക്ഷെ മരിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഞാനില്ലാത്തതിന്റെ പേരിലുള്ള പ്രതിസന്ധി മറികടക്കാൻ നിങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാ പിഴക്കൂല, നശിക്കൂല. കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ് ഒന്നാമത്തേത്. സുന്നത്ത് റസൂലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ്. ഇത് രണ്ടുങ്ങളെ കയ്യിലുണ്ടോ, നമ്മുടെ എന്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അവിടേക്കാണ് നമ്മൾ ആദ്യം എത്തിപ്പെടേണ്ടത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഖുർആനുമായി ടച്ച് ചെയ്തിട്ടുണ്ടോ? ഭാര്യയായി ജീവിക്കുന്ന ഒരു ഭാര്യനോട് ഖുർആനും ഹദീസും ഇസ്ലാമിക പ്രമാണങ്ങൾ പറഞ്ഞത് ഞാൻ പാലിക്കുന്നുണ്ടോ? എന്നാ ഭർത്താവ് നന്നാവും. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഖുർആനിന്റെ, ഹദീസിന്റെ, ഇസ്ലാമിന്റെ നന്മകളെ നമ്മൾ സ്വീകരിക്കാറുണ്ടോ? ആ കുടുംബത്തിലെ ഭാര്യ ഉഷാറായി മാറും. കാരണം ഏറ്റവും മികച്ച മാതൃകയാണ് ഇസ്ലാം നമുക്ക് തന്നിട്ടുള്ളത്. ഏറ്റവും മികച്ച മാതൃക എന്ന് മാത്രമല്ല, നമ്മുടെ രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത്, രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിനകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും നരകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന ചിന്ത നമുക്കുണ്ടാവണം. നമ്മുടെ പെങ്ങള് അപ്പോൾ ദുനിയാവിൽ നമ്മൾ എത്ര സ്നേഹിക്കുന്നുവെങ്കിൽ നാളെ പരലോകത്ത് അവൾക്ക് സ്വർഗം കിട്ടണം. എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ ഭാര്യ 30, 40, 50 കൊല്ലം കൂടെ ശരീരവും മനസ്സും പങ്കുവെച്ച് ജീവിക്കുന്ന എൻ്റെ ഭാര്യ നരകത്തുനിന്ന് രക്ഷപ്പെടണം. എൻ്റെ വാപ്പ നരകത്തുനിന്ന് രക്ഷപ്പെടണം. എന്നെ മുലയോട്ടി താരാട്ടുപാട്ടുപാടിയ എൻ്റെ ഉമ്മ നരകത്തുനിന്ന് രക്ഷപ്പെടണം. ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ഞാൻ ഉറക്കമൊഴിച്ച്, ഞാൻ ദുരിതത്തിന്റെ ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നാലും എൻ്റെ മക്കൾക്ക് ഒന്നും സംഭവിക്കരുതെന്ന് വിചാരിക്കുന്ന എൻ്റെ കുട്ടികള് നരകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. അപ്പൊ വീട്ടിൽ ഈ പാട്ടും കൂത്തും തോന്നിയാസങ്ങൾ നടക്കൂല. അപ്പൊ ഒരു പെണ്ണ് മോശം വേഷം ധരിച്ച് നടക്കൂല. അപ്പൊ ഒരു മോനെ, ഒരു മോള് നിസ്കാരത്തിന്റെ സമയത്ത് അവരെ നമ്മൾ കയറൂരി വിടൂല. ഇവിടെയാണ് നമ്മൾ ഈ ചിന്തയിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രണ്ടാമത്തെ മാർഗമാണ് ഞാൻ പറഞ്ഞത്. ഇത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിതം ആരംഭിച്ചു. ജീവിതം ആരംഭിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കും. ലാത്തയെയും ഉസ്സയെയും മനാത്തെ അടക്കമുള്ള മഹാന്മാരെ വിളിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അവർ ഏലസും അതുപോലെ തന്നെ മറ്റു പല നിലക്കുമുള്ള ശുദ്ധതകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യാതൊരു നിലക്കുമുള്ള പ്രവാചകന്റെ സമീപനങ്ങളെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കൗമുണ്ടായിരുന്നു. ഇവരുടെ ഇടയിലേക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ സന്ദേശങ്ങൾ വഹയുമായി എത്തി നിൽക്കുക. നിബിധങ്ങളെ സ്ഫുടം ചെയ്ത് ശരിപ്പെടുത്തി. ആദ്യം പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ. നബിയേ, നിങ്ങൾ എണീക്കണം. ഫഅൻദിർ, ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം, ജനങ്ങൾക്ക് ദീന് കൊടുക്കണം, നരകത്തെ കുറിച്ചുള്ള താക്കീത് കൊടുക്കണം. വറബ്ബക ഫകബ്ബിർ, റബ്ബിനെ മഹത്വപ്പെടുത്തണം.
മഹാന്മാരെക്കാൾ, അമ്പിയാക്കന്മാരെക്കാൾ, ഔലിയാക്കന്മാരെക്കാൾ വലുതാണ് അല്ലാഹ് എന്ന ബോധമുണ്ടാക്കണം. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ നീ വലുതാക്കണം, മഹത്വപ്പെടുത്തണം. വസിയാബക ഫതഹിർ, നബിയെ നിങ്ങൾ വസ്ത്രം ശുദ്ധിയാക്കണം, നല്ല വൃത്തിയായി ജീവിക്കണം എന്നുള്ളത് ആദ്യം ഇറങ്ങിയ വഹയിലാണ്. നബിയെ നിങ്ങൾ വസ്ത്രം വൃത്തിയാക്കണം, തോന്നിയതുപോലെ ജട പിടിച്ച് നടക്കരുത്, വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ച് നടക്കരുത്, പല്ല് തേക്കാതെ നടക്കരുത്, കുളിക്കാതെ നടക്കരുത്. ഇങ്ങനെ അതിന്റെ അർത്ഥം എവിടെയൊക്കെ പോണത്, അതിന്റെയൊക്കെ മീനിങ് എവിടെയൊക്കെ പോണ് നോക്കി. അപ്പൊ ജനങ്ങളോട് താക്കീത് കൊടുക്കണം എന്ന് പറഞ്ഞു. ശരി, ആർക്ക് താക്കീത് കൊടുക്കണം? നമ്മളിപ്പോ നാട്ടുകാരൊക്കെ ഉപദേശിക്കും, മഹൽ എന്ത് പ്രശ്നത്തിൽ ഇടപെടും. വീട്ടിലോ? വീട്ടിലുണ്ടൂല. വീട്ടില് ഭാര്യ എന്ത് കോലത്തിൽ നടന്നാലും ഇവർക്ക് എതിർപ്പില്ല. പാപ്പ പള്ളി പോയിലേക്ക് എതിർപ്പില്ല. മക്കള് പള്ളി പോയില്ല, ശരിക്ക് വേഷമില്ല, ഇസ്ലാമും ഇല്ല, ഖുർആാനൊത്തുമില്ല, മൂപ്പർക്ക് ഒരു പ്രശ്നമില്ല. എന്നാൽ ഖുർആൻ പറഞ്ഞോ കൽപ്പന എന്താണെന്നറിയോ? നബിനോട് പറയാണ്, നബിയെ നാട്ടുകാരോടൊക്കെ പറയണതിന്റെ മുമ്പേ ആദ്യം വീട്ടിൽ തുടങ്ങിക്കോളി. നിങ്ങളൊന്ന് വീട്ടിൽ പോയി സംസാരിച്ചു നോക്കി. വീട്ടിൽ പോയിട്ട് ഇസ്ലാമിൽ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് മക്കളോട് കുടുംബത്തോടൊക്കെ പറഞ്ഞു നോക്കി. അപ്പൊ അവര് പറയും, അപ്പ വലിയ മുത്തക്കൊന്നാകണ്ട, ഞങ്ങളെ ഉപദേശിക്കാനൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പോ നൈസായിട്ട് നമ്മളോട് പുറത്താക്കും. കുറെ ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്. വീട്ടിൽ നല്ലത് പറഞ്ഞു കൊടുത്തപ്പോ പതുക്കെ എല്ലാവരും പടം കൂടിയിട്ട് മൂപ്പരെ പതുക്കെ ചവിട്ടി പുറത്തിട്ട്, മൂപ്പരുണ്ടാക്കിയ വീട്ടിൽ നിന്ന് മൂപ്പരെ പുറത്താക്കിയിട്ട്. ഇവിടെ മനുഷ്യൻ എന്താ പറയുന്നറിയോ? വിശുദ്ധ ഖുർആന്റെ കൽപ്പന, നബി ഞങ്ങൾ കുടുംബത്തിനോട് ആദ്യം പോയി ഇതാക്കി തുടങ്ങും. ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങാം. വീട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടുപേര് എളാമ്പറമ്പിൽ നിന്നാണ്. അപ്പൊ അത് ഞാൻ ഇവിടുന്ന് തുടങ്ങണ്ട്. എന്റെ വീട്ടുപേരുള്ള എന്റെ കുടുംബക്കാരെ മൊത്തം വിളിച്ചിട്ട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് നമ്മളെ ശരിക്കുള്ള ഇസ്ലാം പറഞ്ഞു നോക്കി. അപ്പോഴാണ് നമ്മളെ കുടുംബത്തിൽ എത്ര സ്നേഹം ഉണ്ടെന്ന് അറിയാൻ പറ്റും. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ വിളിച്ച് താക്കീത് കൊടുക്കണം. അഷീർ എന്ന് പറഞ്ഞ അഷീറത്ത്, കുടുംബങ്ങള്. നബി തങ്ങൾ വിളിച്ചു. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു വിളിക്കണമെന്ന്. നബി വിളിച്ചു. ആരൊക്കെ വിളിച്ചതറിയോ? നബിന്റെ കുടുംബക്കാരായ അബൂ താലിബ്, അബൂ ലഹബ്, അബൂ ജഹിൽ തുടങ്ങിയ നേതാക്കന്മാർ മുതൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളടക്കമുള്ളവരെ സഫാ കുന്നിന്റെ മോൾക്ക് കയറിയിട്ട് വിളിച്ചു വരുത്തി. എനിക്കൊരു കാര്യം പറയാണ്ട്. ശ്രദ്ധിക്കണ്ടോ? ഈ പറയുന്ന മെസ്സേജ് നമുക്ക് എനിക്കൊരു കാര്യങ്ങളോട് പറയാണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് കയറി വന്ന സമയത്ത് അവരോട് പറഞ്ഞു, നമുക്ക് ഒരു ഇലാഹുള്ളൂ, നമുക്കൊരള്ളയുള്ളൂ, നമുക്ക് വേറെ ആരാധ്യന്മാരില്ല, നമുക്ക് ഒറ്റ ഇലാഹുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും സത്യം ചെയ്യുന്നതും ആരാധനകൾ സകലതും നമ്മൾ ഒരാൾക്ക് കൊടുക്കുള്ളൂ, ഏകനായ അള്ളാഹുവിന് മാത്രം. ഉടൻ തന്നെ അവിടുന്ന് കുടുംബക്കാർ തിരിച്ചു ചോദിച്ചു, അല്ല മുഹമ്മദേ, നമ്മൾ ഇത്രയും കാലം ഇവിടെ അങ്ങനെ നല്ല ജീവിച്ചിരുന്നത്, നമ്മളെ വാപ്പകാരണവന്മാരൊന്നും അങ്ങനെയല്ല ജീവിച്ചിരുന്നത്. ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് എല്ലാതും ഒഴിവാക്കിയിട്ട് ഒന്ന് മാത്രം മതി എന്നാണോ പറയണത്? അത് ശരിയാവൂലട്ടോ. ആര്? നമ്മുടെ നബിനോട് പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ. പിന്നെ ഇപ്പൊ നമ്മളോട് വരാതിരിക്കോ? എന്നിട്ട് തിരിച്ചു പറഞ്ഞു, അബൂ ലഹബ് അവിടുന്ന് ഒന്നുകൂടി ശക്തമായി എഴുന്നേറ്റിട്ട് സംസാരിച്ചു. തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, നിനക്ക് നാശമുണ്ടാവട്ടെ. ഇതൊക്കെ പറയാനാണോ ഇത്രയും ദൂരത്തേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? നിങ്ങള് ഒരു ഹോള് ഓഡിറ്റോറിയം എടുത്തു, കുടുംബക്കാരെ മൊത്തം വിളിച്ചു, എന്നിട്ട് ഓരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ആ കുടുംബ സംഗമം കഴിഞ്ഞു പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഇതൊക്കെ പറയണം ഞങ്ങൾ വിളിച്ചെത്തി, വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാണ്ട്. ആളുകൾ ഇന്ന് തന്നെ അവസ്ഥയുള്ളത്. പക്ഷെ അബൂ ലഹബിന് തിരിച്ച് ശാപം കിട്ടി. തബ്ബതി യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബ് നശിക്കട്ടെ, അവന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ അവളും നശിക്കട്ടെ. ആയത്തിറങ്ങിയിട്ടില്ലേ? 14 നൂറ്റാണ്ടായി ആ സൂറത്ത് ഇപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക. അബൂ ലഹബിനുള്ള ശാപം ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. കുടുംബങ്ങൾക്ക് താക്കീത് കൊടുക്കണം, അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് നബി തങ്ങൾ വീണ്ടും കുടുംബക്കാരോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ തുടങ്ങി.
അബൂത്വാലിബിനോട് സംസാരിച്ചിട്ടുണ്ട്, അബൂത്വാലിബ് എതിർത്തില്ല. അബൂജഹലിനോട് സംസാരിക്കും, അബൂജഹൽ എതിർക്കും. നബി തങ്ങൾ ഇങ്ങനെ മക്കേന്റെ അങ്ങാടി കൂടെ ഇങ്ങനെ ഇറങ്ങി സംസാരിക്കും. ആരാധനകളെങ്കിലും അള്ളാഹുവിന്, പ്രാർത്ഥനകൾ അള്ളാഹുവിനോട്, നേർച്ചകൾ അള്ളാഹുവിനോട്, എല്ലാം അള്ളാഹുവിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ ബാക്കിൽ ഇറങ്ങിയിട്ട് അബൂജഹൽ പറയും, പിന്നെ നിങ്ങളെ മുമ്പിൽ ഒരാൾ വന്ന് പറഞ്ഞു പോയില്ലേ, അയാൾ ഭ്രാന്തനാട്ടോ, അതാരും വിശ്വസിക്കണ്ട. സഹോദരങ്ങളെ, ഞാൻ സംസാരിച്ചു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തരമായ ജീവിതത്തിന്റെ ദൗത്യത്തിന്റെ തുടക്കത്തിൽ സ്വന്തം കുടുംബത്തോട് സംസാരിച്ചു തുടങ്ങാനാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? കുടുംബം ഒന്നടങ്കം സ്വർഗത്തിലെത്തണമെന്നത് വലിയ ഗൗരവമാണെന്നാണ് സുരൻ. നമ്മുടെ നമസ്കാരം ഇവിടുന്ന് നമുക്ക് ഈ ക്ലാസ്സുകൾ കഴിഞ്ഞ് കുറഞ്ഞ ദിവസം സംസാരിച്ചു കഴിഞ്ഞ ശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുമിച്ച് ജമാഅത്ത് നമസ്കരിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എൻ്റെ ഇടയിൽ എല്ലാവരും എഴുന്നേറ്റ് പോകേണ്ടതില്ല. മാത്രമല്ല, വീണ്ടും വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, അതിലും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ മാത്രം പള്ളിയിൽ പോയി, ഞാൻ വയലൊക്കെ കേട്ട്, ഞാൻ ദിക്റൊക്കെ ചൊല്ലി, സ്വലാത്തുകളൊക്കെ പതിവാക്കി കൃത്യമായിട്ട് ഇങ്ങനെ പോയാ മതിയോ? പോരാ, നിന്റെ കുടുംബം രക്ഷപ്പെടണം. ഭാര്യ നല്ല മുത്തഖിയായി ജീവിക്കുന്നുണ്ട്, ഭർത്താവ് എല്ലാ ദുൽമും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ശരിയാവൂല. ഭാര്യ ഭർത്താവ് നല്ല ഉഷാറായിട്ട് ജീവിക്കുന്നുണ്ട്, മക്കൾ മുഴുവൻ വലാലത്തുകളിലായാൽ കുടുംബ നരകത്തിലാകും. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, ആ നരകത്തിനെ സൂക്ഷിക്കണം. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ശക്തരായ മല്ലന്മാരായ മലക്കുകളാണ് അവിടെ ഉണ്ടാവുക. മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകമാണ്. അതിലേക്ക് നീയും നിന്റെ കുടുംബവും വീഴാതിരിക്കാൻ ജാഗ്രതയുണ്ടാവണം. ഇമാം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലിൽ കാണാൻ സാധിക്കും, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾക്കും കുടുംബത്തിനും ഇൽമു കൊടുക്കണം, അദബ് കൊടുക്കണം. ഇൽമു കൊടുക്കണം, അദബ് കൊടുക്കണം. ഇന്നിവിടെ ക്ലാസ് നടത്തി ഇതൊരു ഇൽമു അവിടെ കിട്ടും. എന്നാൽ എന്നത് കിട്ടണ്ടേ? എന്നും കിട്ടണം. എവിടുന്ന് അത് കിട്ടുകയെങ്കിൽ അവിടുന്ന് പഠിക്കണം. ഇതൊരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കിട്ടേണ്ടെന്ന് ഒന്നല്ല. അതുകൊണ്ട് ഇൽമുണ്ടാക്കണം, അദബ് ഉണ്ടാക്കണം കുടുംബത്തിൽ. ഇമാം ഖതാദ റഹിമഹുല്ല പറയുകയാണ്, തഅ്മുറുഹും ബിത്വാഅത്തില്ലാഹ്, കുടുംബക്കാരോട് അല്ലാഹനെ അനുസരിക്കാൻ വേണ്ടി നീ പറയണം. വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്, കുടുംബത്തിലുള്ളവർ തെറ്റുകൾ ചെയ്യുന്നത് കണ്ടാൽ അവരെ അതിൽ നിന്ന് തടുക്കേണ്ടതുപോലെ തടുത്തിരിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. ഇത് ഞാൻ സമ്മതിക്കൂല, അങ്ങനെ പറയേണ്ടടുത്ത് അത് പറയണം. അവിടെ നമ്മൾ മൗനം പാലിക്കുന്ന ആളുകളാവരുത്. ഇമാം നാസിറു സഅദി റഹ്മത്തുള്ളാഹി തഫ്സീറിൽ പറഞ്ഞത്, അമാ ഇഹ്മാലുൽ ഔലാദി ഫളററുൻ കസീർ വഖതറുഹു ഖതീർ, നിങ്ങളുടെ മക്കളെ അള്ളാന്റെ കൽപ്പനയുടെ കാര്യത്തിൽ അവഗണിച്ചാൽ അവൻ തോന്നിയതുപോലെ മുടിവെട്ടി നടക്കും, സുബഹിക്ക് സമയത്ത് കടന്നുറങ്ങും, ഇശാ നമസ്കാരത്തിന് സമയത്ത് ബസ് സ്റ്റോപ്പിൽ പോയിരിക്കും, മഗ്രിബ് നമസ്കാരത്തിന് പന്ത് കളിച്ച് നടക്കും, അസറിന്റെ സമയത്ത് സ്കൂളിൽ നിന്ന് വന്ന് മോനെ ക്ഷീണിച്ചിക്കാണ്, നിസ്കാരത്തിന്റെ കാര്യം ഉണ്ടാൻ പറ്റൂല എന്ന് പറയും. കുട്ടികളെ ഈ കാര്യത്തിൽ അവഗണിച്ച, ഒന്നും അവരോട് നല്ലതൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മാരകമായ ആപത്താണ് നിനക്ക് വരാനിരിക്കുന്നത്. അപകടകരമായ അവസ്ഥയിലേക്ക് നീ പോണത്. അല്ലെ, തിരുവനന്തപുരത്ത് സ്വന്തം മാതാവിന്റെ തലക്കടിച്ചു, സ്വന്തം അനിയനെ അടിച്ചു കൊന്നു, പെൺസുഹൃത്തിനെ അടിച്ചിട്ട് കൊന്നു. എത്ര സംഭവങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വാർത്തയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഗൗരവം ആലോചിച്ചു. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നന്മ കൽപ്പിച്ചു കൊടുക്കണം, തിന്മ വിരോധിക്കണം. വലാ തദഊഹും ഹമലാ, അവരെ അവഗണിച്ച് തള്ളരുത്. ഭർത്താവ് ഭർത്താവിന്റെ വഴിക്ക് പോയിക്കോട്ടെ, ഉമ്മാന്റെ വഴിക്ക് നടന്നോട്ടെ, പാപ്പാക്ക് സൗകര്യം പോലെ നടന്നോട്ടെ, തള്ളാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല, തിരുത്തണം. അങ്ങനെ ഖിയാമത്ത് നാളിൽ അവർ നരകത്തിന്റെ വിറകായി മാറുന്നതിനെ നീ ശക്തമായി പേടിക്കണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, ഇത് നബിമാരുടെ ചര്യയാണ്. അവിടുന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ദീനിനെ പറ്റിയിട്ട്. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്ക്. പ്രിയപ്പെട്ട തന്റെ മകനെ വിളിച്ചു പറയുന്നുണ്ട്, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ, കാഫിരീങ്ങളെ കൂട്ടത്തിൽ, നിഷേധികളെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ, ബാപ്പാന്റെ കൂടെ ഈ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ വാ. എന്തിനാ വാപ്പ മകനെയും ഭാര്യനെയും വിളിക്കണം? എന്തിനാ? എന്റെ കുടുംബം രക്ഷപ്പെടണം. പക്ഷെ മകൻ പറഞ്ഞു, വാപ്പാന്റെ ആശയമൊന്നും നമ്മക്ക് വേണ്ട, ആപ്പാന്റെ തൗഹീദും ഇസ്ലാമും ദിക്റും സലാത്തൊക്കെ ആപ്പാട് ചെയ്താൽ മതി, നമ്മളെത്തുക. അന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ടീമാണ് മൂപ്പരി. അങ്ങനെ പറഞ്ഞു, നമ്മക്കോണി ആ മരത്തിന്റെ മുകളിലോ മലന്റെ മുകളിലൊക്കെ കയറി രക്ഷപ്പെട്ടുള്ളൂ. ആ കപ്പലിൽ കയറിയില്ല മോനെ. ഭാര്യ പിന്നെ ശത്രുക്കൾ നിഷേധികളുടെ കൂട്ടത്തിലാ പെട്ടത്, കപ്പൽ കയറ്റാനും പറ്റൂല. ഒന്ന് ആലോചിക്കുന്നത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സുവർഗരതിയുടെ ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ മ്ലേച്ഛ വൃത്തി ചെയ്യുകയാണോ മനുഷ്യരെ? ലൂത്ത് നബി ഇങ്ങനെ ചോദിക്കുക. അപ്പുറത്ത് പോയിട്ട് ലൂത്ത് നബിന്റെ ഭാര്യ സ്വവർഗരതിക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അവിടെ ഒരാൾ വന്നിട്ടുണ്ട്, എന്റെ വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പോയോക്കിക്കോടി. ആരാ വന്നിക്കണത്? മലക്കളാ വന്നിക്കണത്. മനുഷ്യരൂപത്തിൽ വന്ന മലക്കുകളെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ലൂത്ത് നബിന്റെ ഭാര്യ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ട നിഷേധികളായ 2 ഭാര്യമാരെ പറ്റി പറഞ്ഞത്. ലൂത്ത് നബിന്റെ ഭാര്യ, നൂഹ് നബിന്റെ ഭാര്യ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഖുതുബകളൊക്കെ നടത്തും. പക്ഷെ ഭാര്യ ഇതിന്റെ ഒരംശം പോലും പാലിക്കാതെ പോകുന്ന ആളുകൾ ഉണ്ടാവും. മുപ്പര കുറ്റാണോ? മുപ്പര കുറ്റല്ല, എല്ലാം പഠനം ചെയ്തുകൊണ്ടുണ്ടാവും. അവിടുത്തെ എത്രയോ ആളുകൾ സംസാരിക്കാൻ വരാറുണ്ട്. ഭാര്യയാണ് അവരുടെ മുമ്പിലെ വെല്ലുവിളി. തിരിച്ചുണ്ട്, ഭർത്താക്കന്മാര് മോശമായി ജീവിക്കുന്ന അവസ്ഥ പേടിച്ച ആളുകളുണ്ട്. മഹദി ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ ആരായിരുന്നു ഭർത്താവ്? ഫിർഔന്. ഭാര്യയോ സ്വർഗം ലഭിച്ച് മോഹിച്ച് കൊട്ടാരം വേണ്ടെന്ന് പറഞ്ഞാണ്. കൊട്ടാരക്ക് വേണ്ട, ഫിർഔന്റെ കൂടെ ജീവിതം വേണ്ട, എനിക്ക് മൂസാ നബി പറഞ്ഞ തൗഹീദും മൂസാ നബി പഠിപ്പിച്ച ഇസ്ലാമും മദീന പറഞ്ഞ് എന്നിട്ട് പ്രാർത്ഥിച്ചു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് തരണേ. ചെറിയ വീട് സ്വർഗ്ഗത്തിൽ. ഇവിടെ കൊട്ടാരക്ക് വേണ്ട. ഫിർഔനിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ആരാ ഫിർഔൻ? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാ റബ്ബ് എന്ന് പറഞ്ഞാണ്. പക്ഷെ ഭാര്യ അള്ളാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞാളാ. എന്നിട്ട് പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് ഈമാനുള്ളവർക്ക് മാതൃകയാണ് ഫിർഔന്റെ ഭാര്യ. ഭർത്താവ് മോശമായിക്കോട്ടെ, ഭാര്യ ഒരു തങ്കക്കുടാണ് എന്നാ പഠിപ്പിച്ചത് ഇസ്ലാം. മഹാനായ ഖലീലുള്ളാഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പാപ്പേ, വിഗ്രഹം ആരാധിക്കുന്ന, പൂജിക്കുന്ന, ഉണ്ടാക്കുന്ന മനുഷ്യൻ. പാപ്പേ ഇതിന്റെ ആള്. മകൻ ഒരിക്കലും ഇതിനോട് സമരസപ്പെട്ടു പോകാത്ത മകൻ. എന്ത് ചെയ്യാ? വാപ്പാനോട് എങ്ങനെ പറയാ? വാപ്പ സിഗരറ്റ് വലിച്ചെടുക്കണം, എങ്ങനെ വാപ്പാനോട് എതിർക്കണം? അത് നമ്മളെ പണി. വാപ്പ ലോട്ടറി ഇട്ടെടുക്കണം, വാപ്പ അത് പറ്റൂല, അതിനെ എതിർക്കണം. വാപ്പ തെറ്റിയതാലും നമുക്ക് അവര് സ്വർഗത്തിൽ പോണെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ തിരുത്തണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പാനോട് എന്നിട്ട് വെച്ചു, വാപ്പാ നിങ്ങൾ ഗാഫിറാണ്, നിങ്ങൾ പുറത്തെത്താന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നേരെ പറഞ്ഞെന്താ അറിയോ? വാപ്പ, പ്രിയപ്പെട്ട വാപ്പ, യാബത്തി പറയുമ്പോ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട വാപ്പാ, എന്റെ പൊന്നു വാപ്പാ, എന്റെ വാപ്പച്ചി എന്നൊക്കെ ആ സ്നേഹത്തിന്റെ വിളിയാണ് വിളിക്കുന്നത്. ലിമ തഅബുദൂ, നിങ്ങൾ എന്തിനെയാ ആരാധിക്കുന്നത്? മാലാ യസ്മഉ, കേൾക്കൂല, വലാ യുബ്സിറു, കാണൂല, വലാ യുഗ്നി അൻക ശൈആ, നിങ്ങൾക്കൊരു ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ഈ വസ്തുക്കളെ എന്തിനാ വാപ്പ ആരാധിക്കുന്നത്? അടുത്ത ചോദ്യം, യാ അബതി ഇന്നി അഖാഫു അലൈക്കും അദാബ്. വാപ്പാ, ഞാൻ നിങ്ങളോട് ഇത് ഉപദേശിക്കാനുള്ള കാരണം നാളെ അള്ളാന്റെ അദാബ് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് വാപ്പ. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. ആദർശം പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് സ്നേഹം കാണിക്കുക. മിണ്ടാതെ നടക്കലല്ല സ്നേഹം, സത്യം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സ്നേഹം ആത്മാർത്ഥാണ്.
ലുഖ്മാനുൽ ഹകീം തന്റെ മകനെ വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ ശിർക്ക് ചെയ്യരുത്, ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ ക്രൂരത, കൊലപാതകത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, പലിശയേക്കാൾ ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് ചെയ്യുക. അല്ലാഹുവല്ലാത്തവരിൽ ഇബാദത്തുകൾ പങ്കുചേർത്ത് വെക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അബൂ ത്വാലിബ് എന്ന പിതൃവിന്റെ അടുത്ത് ചെന്നിട്ട് മരിക്കുന്നതിന്റെ എത്രയോ ദിവസങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. മരണസമയത്തും ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു, യാ അമ്മി, എന്റെ പിതൃവ്യാ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമോ? അവസാനത്തെ ഒരു ചാൻസ്, ലാസ്റ്റ് മൊമെന്റ്, നാളെ പരലോകത്ത് വെച്ചിട്ട് പറയാലോ, ഞാൻ പറഞ്ഞു കൊടുത്ത് അവ അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് മരിച്ചതെങ്കിലും പറയാലോ. സമ്മതിച്ചില്ല, കരഞ്ഞു നബി. പ്രിയപ്പെട്ട നമ്മുടെ നബി ഒരു കുഞ്ഞിനെ പോലെ ഇരുന്ന ജനാസക്കരികിൽ ഇരുന്ന് വിതുമ്പി കരഞ്ഞു. ഖുർആൻ പറയാണ്, അള്ളാന്റെ ആയത്തിറങ്ങി, ആ കരച്ചിലിന്റെ, ആ വിഷമത്തിന്റെ കണ്ണീര് കണ്ടിട്ട് ഖുർആനിൽ ആയത്തിറങ്ങി, നബിയേ ഒരു കാര്യമുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹബബ്ത, നിങ്ങൾ സ്നേഹിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയൂല. നിങ്ങളെ ഭാര്യനെ നന്നാക്കാൻ നിങ്ങളാർക്കും കഴിയില്ല, നിങ്ങളെ ഭർത്താവിനെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അള്ള വിചാരിക്കണം. അതിനകത്ത് എന്താ, നമ്മളെ കൊണ്ട് നന്നാക്കാൻ പറ്റില്ല, ഞാൻ കൊണ്ടൂലേ എന്നല്ല. നമ്മളെ പണി എന്താ? പറഞ്ഞു കൊടുക്കുക. നന്നാക്കി കിട്ടേണ്ടത് പടച്ചോന്റെ തൗഫീക്കിലാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ യഹ്ദീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു ഹിദായത്തിലാക്കും. അബൂജഹലിന്റെ മകൻ മുസ്ലിമാണ്, ഇക്രിമ റളിയല്ലാഹു അൻഹു. അബൂ ത്വാലിബിന്റെ മകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ധീര സ്വഹാബിമാരുടെ നേതാവാണ്. ഇസ്ലാമിന്റെ ശത്രു വലീദ് ബിൻ മുഗീറയുടെ മകൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. എന്താ അങ്ങനെ സംഭവിച്ചത്? അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സന്മാർഗ്ഗം കൊടുക്കും. അപ്പൊ നമ്മളവിടെ എന്താ? നമുക്ക് പറഞ്ഞു കൊടുക്കുക, ഇത് എത്തിച്ചു കൊടുക്കുക, കുടുംബത്തിന് ഈ മെസ്സേജ് കൊടുക്കുക എന്നതാണ് പ്രധാനം എന്നർത്ഥം. മൂന്നാമത്, നമ്മുടെ കുടുംബത്തിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഓരോരുത്തരും അവരവരുടേതായ ദൗത്യം കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായി കൊണ്ട് അവരവരുടെ ബാധ്യതകൾ നിർവഹിക്കുക. ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞത് വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എന്നോട് വിയോജിപ്പുണ്ടാവും. അവനവൻ ചെയ്യേണ്ടുന്ന ബാധ്യതകൾ കൃത്യമായി പാലിക്കാം. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദാമ്പത്യ ജീവിതത്തിലെ മര്യാദകൾ. നല്ല വീട്, നല്ല 2 വാഹനങ്ങൾ, ഭാര്യക്കും ഭർത്താവിനും ജോലി. അവര് വന്നിട്ട് പറഞ്ഞു, ഒരു സമാധാനം, നമ്മളൊരു കൗൺസിലിംഗ് വരുമോ? നമ്മളൊക്കെ വിചാരം കുറച്ച് പൈസയും വലിയൊരു വീടും കുറെ വലിയ വലിയ ജോലികൾ ഉണ്ടായ സമാധാനത്തിൽ വരുന്ന വിചാരിച്ച് കിട്ടൂല. ഒരു ബേസിക് തത്വമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയ ടീം, എനിക്ക് തോന്നുന്നു അബുദാബിയിലെ അറിയപ്പെടുന്ന നല്ലൊരു സാലറി, ഏകദേശം നാട്ടിലെ 2.5 ലക്ഷം മുകളിൽ സാലറി മേടിക്കുന്ന, കുറഞ്ഞ സമയത്ത് ജോലി ചെയ്യുന്ന ഒരു കുടുംബം. എന്നും വിഷയങ്ങളാണ്, എത്ര ഇടപെട്ടാലും എല്ലാം ഉണ്ട്. കുടുംബത്തിന് ഫുൾ ഗവൺമെന്റ് ഏറ്റെടുത്താണ് കുട്ടികളെ ചെലവ്, പഠനമെല്ലാം. എത്ര ഭാര്യമാരുണ്ടോ അത്രയും ഭാര്യമാർക്ക് താമസിക്കാൻ ഗവൺമെന്റ് നമുക്ക് അത്രയും നല്ല പൊസിഷനിൽ ജോലി ചെയ്യാം. ഇരുന്ന് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് സമാധാനത്തിലിരിക്കാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തരും അവനവൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്തിരിക്കണം. അത് ചെയ്യാത്തിടത്ത് സന്തോഷിക്കാൻ, സ്വർഗത്തിലെത്താൻ കഴിയില്ല. പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ഉത്തരവാദിത്വം, കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് സമാധാനത്തിലിരിക്കാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തരും അവനവൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്തിരിക്കണം. അത് ചെയ്യാത്തിടത്ത് സന്തോഷിക്കാൻ, സ്വർഗത്തിലെത്താൻ കഴിയില്ല. പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ഉത്തരവാദിത്വങ്ങളുണ്ട്, ഭാര്യമാർക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ ചാൻസ് എന്നത് കല്യാണമാണ്, വിവാഹമാണ്. ഫസ്റ്റ് ഒരു ദാമ്പത്യത്തിലേക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്.
ആ ദാമ്പത്യം തന്നെ തകിടം മറിഞ്ഞത് കല്യാണം മുതലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോ പ്രശ്നങ്ങൾ തുടങ്ങും. പൊടി പൊടിച്ച കല്യാണങ്ങൾ. ഒരു കല്യാണം അതിന്റെ അങ്ങനെ അവലോകനം പറയാണ്, 32 ലക്ഷം രൂപ ഭക്ഷണം കൊടുത്ത വകയിൽ അയാൾക്ക് ചെലവാണ്. പൈസ ഉണ്ട്, അതുകൊണ്ട് പൊടിക്ക് തന്നെയാണ്. പിന്നെ ഡാൻസിന് വേറെ, ഒപ്പനക്ക് വേറെ, പിന്നെ അമ്മായിമ്മന്റെ ഡാൻസ് വരെ, വയസ്സത്തികളുടെ ഡാൻസ് വേറെ, ഓരോരുത്തർക്കും അഭ്യാസം കൊടുത്ത്, ഓരോരുത്തർക്കും സ്പെഷ്യൽ യൂണിഫോം ഒക്കെ കൊടുത്ത്, കല്യാണമല്ലേ എന്ന് പറഞ്ഞ് ആഴ്ചകൾ നീണ്ടുന്ന കല്യാണമല്ല, കല്യാണങ്ങളാണ് നടക്കുന്നത്. ഒരു ദിവസം നല്ല ആഴ്ചകൾ നീണ്ടുന്ന കല്യാണം. ഒരിക്കല് കൊല്ലം കരുനാഗപ്പള്ളി പ്രദേശത്തു നിന്ന് ഒരു 10 ആളിന്റെ വീട്ടിൽ വന്നു. ഒരു യാത്രക്കിടയിലാണ്. കുറെ നേരം അവിടുത്തെ പ്രസ്ഥാനത്തെ പറ്റിയിട്ടും അവിടുത്തെ പള്ളികളെ കുറിച്ചും ദീനി തർബിയത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അവിടുത്തെ ഫാമിലി സിറ്റുവേഷനൊക്കെ എന്തൊക്കെയാണ്? വെറുതെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവർ പറയണം. ഉസ്താദേ, നിങ്ങൾ പ്രസംഗത്തിലൊക്കെ പറയണം. എന്ത് പറയണം? ഈ കല്യാണവും പൂർത്തും പൊങ്ങച്ചൊക്കെ നന്നായി പറയണം. അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ അതുണ്ടോ? അന്നാർ ഉസ്താദേ, ഒരായുസ്സിലുണ്ടാക്കിയ സമ്പാദ്യത്തിന്റെ 70% കല്യാണത്തിപ്പോ പൊട്ടിക്കും. ഒരായുസ്സിലുണ്ടാക്കിയ പൈസന്റെ 70% ആ വീട്ടിലൊരൊറ്റ കല്യാണം മതി, പൊളിച്ച് തകർക്കും. എന്നിട്ട് പിന്നെ എങ്ങനെ കഷ്ടപ്പെട്ട് നരകിച്ച് കണ്ണീരൊഴിപ്പിച്ച് പിന്നെ അങ്ങനെ ജീവിക്കാം? ആര് കാണാനാണ്? കണ്ണൂരൊക്കെ ഇങ്ങനെ ചർച്ചകളൊന്നും ആലോചിച്ച് നോക്കി. നമ്മളെ നാടിനെ മാനം കെടുത്തിയ കേസ്, റോഡ് ബ്ലോക്ക് ചെയ്യുക, എയർപോർട്ട് റോഡിൽ ജാം ഉണ്ടാക്കുക, പടക്കം പൊട്ടിക്കുന്നതിന് പകരം ബോംബ് കൊണ്ടിട്ട് കൊടുക്കുക, എന്നിട്ട് അപ്പുറത്തെ കുട്ടികൾ പേടിച്ചിട്ട് ഐറ്റങ്ങളെടുത്ത് ആശുപത്രിക്ക് പോകുക. കല്യാണം എന്ന് പറയുമ്പോൾ പേടിക്കുക. എന്ത് കാരണം? നിങ്ങൾ ആ ലിസ്റ്റൊക്കെ വായിച്ചു നോക്കിയോ? നമ്മളെ കൗമിന്റെ പേരാണ് അതിൽ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പേര്. അപ്പൊ ഈ നമ്മളെന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ വീട്ടിലാണ് നടക്കുന്നത്. നമ്മൾ മിണ്ടാത്തത് കൊണ്ട് ഇവിടെ പലതും നടക്കുക. നമ്മൾ മിണ്ടണില്ല. കല്യാണല്ലേ എന്ന് ചോദിച്ചിട്ട് നടക്കുക. അതിനെന്താ കാരണം? ഇസ്ലാം എന്ന മതം വിട്ട് ലിബറലിസം എന്ന മതം പുൽകി പല ആൾക്കാരും. അതെന്താ? എന്തും ചെയ്യാം. മ്യൂസിക് എന്താ അപ്പൊ കുഴപ്പമില്ല, ഒരു പാട്ട് പാടിയാൽ എന്താ കുഴപ്പം? ഒരു ടീമേ കല്യാണത്തിന് വന്നിട്ട് ആകെ മഹലിലെ പള്ളിയിലെ ഉസ്താദിന് സ്റ്റേജിന്മേൽ കയറാൻ സ്ഥലമില്ലാത്ത മാത്രം പാട്ടും ഡാൻസും ചെണ്ടയ്ക്ക്. അവസാനം ആൾക്കാർ ഇറങ്ങിയിട്ട് എന്താണത് ചോദിച്ചേക്ക് ചെക്കന്മാർ തിരിച്ചു വെച്ചു, ഇത് കല്യാണ വീടാണ്, ഇത് മരണ വീടൊന്നല്ല, ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ ഇതിനൊക്കെ പറ്റുമെങ്കിൽ മതി നിക്കാതെ എന്നാ പറയുന്നത്. അതിന് അങ്ങനത്തെ ആൾക്കാർ വിളിച്ചാൽ മതി, അതിന് പറ്റുന്ന ആൾക്കാരെ വിളിച്ചാൽ മതി. ഇത് നാട്ടുകാരെയും ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തിട്ട് എന്തിനാണ് ഈ തോന്നിയാസം കാണിക്കണത്? എന്നിട്ട് ആണും പെണ്ണും സ്റ്റേജിൽ കയറി, പെണ്ണ് പറയാണ്ടോ, ഫോട്ടോഗ്രാഫർ പറയും മോനെ കെട്ടിപ്പിടിക്കറിയും, ഓള് കെട്ടിപ്പിടിക്കും. ആ കാലിന്ന് പൊക്കിയൊക്കെ പറയുമ്പോൾ കാളിങ്ങനെ പൊക്കിച്ചു കൊടുക്കും. ഒരു ഉമ്മ കൊടുക്കറിയുമ്പോ ഓൾ എല്ലാരും മുമ്പിൽ ഉമ്മ കൊടുക്കും. എന്താ കുഴപ്പം? ആ കല്യാണല്ലേ. നമ്മൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മൾ ഏത് ആദർശത്തിനാണ് സ്വീകരിക്കുന്നത്? നമ്മൾ എന്തിനാണ് മക്കൾക്ക് പണം കൊടുത്ത് ഈ കോലത്തിൽ എത്തിച്ചത്? എന്തിനാണ്? നാട്ടുകാർ മൊത്തം കാണുന്ന ദിവസം മേക്കപ്പ് 65-80 ആയിട്ടും മേക്കപ്പ്. മരണ വീട്ടിക്ക് പോണെങ്കിൽ മേക്കപ്പ്. സ്കൂൾക്ക് കുട്ടികളും ഈ സാധനം ബാഗിലിട്ടാ വരുന്നത്. എന്തെങ്കിലും വാരി തേക്കാനുള്ള സാധനം ഇല്ലാതെ ഒറ്റ കുട്ടി വരുന്നില്ല. ഉമ്മാൻ്റെ നിർത്ത് പോലെയാണ് മടുത്തുണ്ട് ഇഷ്ടം പോലെ. എന്നിട്ട് നമ്മൾ പറയാണ് കുടുംബത്തിലൊരു സമാധാനമില്ല, എന്നും പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ മേക്കപ്പിന്റെ സിസ്റ്റമുള്ള മുഴുവൻ കുട്ടികളും ഭാര്യമാരും ചിന്തിച്ചോളൂ, ഇത് എവിടുന്ന വരുന്നത്? ഈ സൂക്കട് ഫസ്റ്റ് എവിടുന്ന മുട്ട തരും? ഈ കള്ള ഗ്ലാമർ തന്നിട്ടില്ല എന്നുള്ള ശൈത്താന്യത. എനിക്ക് തീരെ സൗന്ദര്യമില്ല, എനിക്ക് തീരെ ഗ്ലാമർ ഇല്ല എന്ന് നമ്മളോട് തന്നെ പറയാം. അല്ല തന്ന സൗന്ദര്യം എനിക്ക് വേണ്ട, എനിക്ക് പോരാ എന്ന് നമ്മൾ സമ്മതിക്കുകയും എന്നിട്ട് അല്ല വേണ്ട എന്ന് പറഞ്ഞ പലതും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാം. എന്നിട്ട് പിന്നീട് ആ ജീവിതം എവിടേക്കാ പോവാ? 15 ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം. ഞാൻ ചോദിച്ചു, പെണ്ണിന് എത്ര കൊടുത്തു ചോദിച്ചു. മൂത്ത മോൾക്ക് എത്ര കൊടുത്തു? മൂത്ത മോൾക്ക് 100 പവനാണ് ഞാൻ കൊടുത്തത്. പൈസ ഉണ്ടേ, പിന്നെന്താ? ഇതൊക്കെ ചെലവാക്കിയിട്ട് അവസാനം ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണോ? ഇതിന്റെ കാരണം എടുക്കാന്നാ പോണ്ടത്. ഒന്നാമത് വിവാഹ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണോ? വിവാഹം നന്നാവണം. ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. ഖൈറുൻ നിക്കാഹി ഐസറുഹ, ഏറ്റവും ലളിതമായ നിക്കാഹാണ് ഏറ്റവും നല്ലത്.
ഏറ്റവും ലളിതമാക്കുക, പരമാവധി ചുരുക്കുക. എന്തൊക്കെ ചുരുക്കാൻ പറ്റുമെന്ന് നമുക്കൊക്കെ അറിയാം. ഒറ്റ ദിവസം കൊണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് തീർത്താവുന്ന അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഒതുക്കി നിർത്തിയിട്ട് കല്യാണങ്ങൾ ചുരുക്കുക. ഒരു ഭാരമായി കല്യാണത്തിന്റെ പേരിൽ എത്രയോ പേർ അതിന്റെ പണം, ഇവിടെ പ്രത്യേകിച്ചും അറയാവാം, അതിന് അടിസ്ഥാനമായ സൗകര്യങ്ങളൊക്കെ ആവാം, പക്ഷെ അതൊക്കെ ഒരു കാരണമായി ആകെ ദൂർത്തടിച്ച് മാറ്റി അതിനെ ചെലവുകൾ കൊണ്ട് നിറച്ചൊരു ഭാരമായി വിവാഹം മാറാൻ പാടില്ല. വിവാഹം കഴിഞ്ഞാൽ ഭാര്യന്റെ റോളുണ്ട്. അവൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്യണം. എന്താ അവൾ ഉത്തരവാദിത്വം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം കഴിഞ്ഞാൽ ഒരു പെണ്ണിന് സ്വർഗം കിട്ടണമെങ്കിൽ അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഏതൊരു പെണ്ണാവട്ടെ അവൾ മരിക്കുമ്പോൾ ഭർത്താവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, അല്ല ഭർത്താവ് ഭാര്യയെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ഭാര്യ മരിക്കുന്നതെങ്കിൽ ദഖലത്തിൽ ജന്ന, അവര് സ്വർഗത്തിലെത്തും. എപ്പോഴാ ഭർത്താവ് ഭാര്യനെ തൃപ്തിപ്പെടുക? ഭർത്താവിനെ അനുസരിച്ചാൽ, ലൈംഗിക വിശുദ്ധി സൂക്ഷിച്ചാൽ സ്വർഗം കിട്ടാനുള്ള മാനദണ്ഡ. ഇനി ഭർത്താവിനാണ് റോൾ. നിങ്ങൾ ഭാര്യ വീട്ടിൽ താമസിച്ചാലും വേണ്ടില്ല, സ്വന്തം വീട്ടിൽ താമസിച്ചാലും വേണ്ടില്ല, ഈ ഭർത്താവ് എന്ന ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ വന്നോ, അവിടെ മുതൽ ഇനി ആ മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണം. നമ്മുടെ ഭർത്താവിന്റെ തൃപ്തിയിലേക്ക് ലഭിക്കാൻ ആവശ്യമായ സിസ്റ്റമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറേണ്ടി വരും. എന്തുകൊണ്ടാണ് ഭാര്യ വീട്ടിൽ അധികം നമ്മളെ പയ്യന്മാര് വന്ന് നിൽക്കാത്ത? അവിടെ നമ്മളെ സിസ്റ്റം അല്ല, ഇവിടെ അവരുടെ സിസ്റ്റത്തിൽ അങ്ങനെ പോവുകയാണ്. അതിന് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഒരു പെണ്ണിന് സ്വർഗം വേണോ? നാട്ടിൽക്കൊക്കെ ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അനിയത്തിക്കോ ഏട്ടത്തിക്കോ അള്ളാത്രക്ക് ഇഷ്ടം വേറല്ല. ഭർത്താവിന് ആ പെണ്ണിനെ കൊണ്ട് സ്വൈര്യമില്ലെങ്കിൽ അവൾക്ക് സ്വർഗമല്ല. ഒരിക്കൽ സഹാബത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് വനിതകളുടെ വന്നു. അവർ ചോദിക്കുക, നിങ്ങളുടെ ഭർത്താവിനോടൊക്കെ എങ്ങനെയാ പെരുമാറുന്നത്? അപ്പൊ അവര് പറയുന്നുണ്ട്, ഞങ്ങൾ സാധിക്കുന്ന പോലെ പരമാവധി ഒക്കെ നന്മയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് നബിയെ. നബി പറയണേ, ശ്രദ്ധിക്കണേ. ഇത് പറഞ്ഞു, ഹുവ ജന്നതുകി വനാറുകി, അദ്ദേഹം നിന്റെ സ്വർഗമാണേ, അദ്ദേഹം നിന്റെ നരകമാണേ. എന്താ? അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തിയ സ്വർഗം കിട്ടുട്ടോ, അദ്ദേഹത്തിനെ വെറുപ്പിച്ച് ജീവിച്ച് നശിച്ചാൽ നിനക്ക് നരകം കിട്ടാനും ആ മനുഷ്യൻ മതി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വീട്ടിൽ പോയി, നിങ്ങൾ എപ്പോഴെങ്കിലും ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു നോക്കുന്ന ചോദ്യമാണ്, സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? എന്നെ തൃപ്തി ഉണ്ടോ? ഞാൻ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ? എൻ്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ? മദീനയിൽ വെച്ച് ആക്സിഡന്റ് സംഭവിച്ചു. നമ്മുടെ സുഹൃത്തുക്കളാണ്, ഭാര്യയും ഭർത്താവ് 2 കുട്ടികളാണ്. ആക്സിഡന്റ് സംഭവിച്ച് കുട്ടികൾ റോഡ് സൈഡിലേക്ക് തെറിച്ചു. കാറിൽ അറിയാതെ മദീനന്റെ ഇടയിലാണ്. റമദാനിൽ നോമ്പ് തുറന്നിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. വണ്ടിയിൽ ഇരുന്നിട്ടാ നോമ്പ് തുറക്കണത്. ആക്സിഡന്റിൽ 2 കുട്ടികൾ പുറത്തേക്ക് തെറിച്ചു, ഭാര്യയും തെറിച്ചു വീണു, ഭർത്താവ് പുറത്തേക്ക് വീണു. ഭർത്താവിന്റെ മേലൊക്കെ നല്ല മുറി പാടുകളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ എവിടുന്നോ സൈഡിൽ തെറിച്ചത്. ഭാഗ്യത്തിന് വേറെ വാഹനങ്ങളൊന്നും വരാതെ രക്ഷപ്പെട്ടു. ഭാര്യന്റെ മേൽ കാര്യമായിട്ട് പരിക്കുകളൊന്നുമില്ല, പക്ഷെ ഭാര്യ മരണപ്പെട്ടു. ഭർത്താവ് കുട്ടികളും ജീവിച്ചിരിക്കുന്നു, ഇപ്പോഴുണ്ട്. അങ്ങനെ അവര് നാട്ടിലേക്ക് വന്നു. ഭർത്താവ് കുട്ടികൾ ഭാര്യനെ അവിടെ മറവ് ചെയ്തു, നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പൊ ഒരു സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കാൻ വേണ്ടി ഞാൻ ചെന്നു. അപ്പോ അദ്ദേഹം എന്നെ കണ്ടപാട് വന്ന് കെട്ടിപ്പിടിച്ച്, അയാൾ എന്നെ സമാധാനിപ്പിക്കാൻ വരാൻ തോന്നിപ്പോകുന്ന രൂപത്തിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞപ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞിട്ട് കുറെ നേരം കരഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എനിക്കിവളെ സ്വർഗത്തിൽ കിട്ടുമോ സലഫേ? ഈ ഭാര്യനെ എനിക്ക് സ്വർഗത്തിൽ കിട്ടുമെങ്കിൽ ഞാൻ തൃപ്തനാണ്, ഞാൻ ഈ വിഷമത്തിൽ ഞാൻ സഹിക്കാൻ തയ്യാറാണ്. നമ്മൾ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ അവൾ എത്രയും ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവൾക്ക് സ്വർഗം നേടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ കാത്തിരിക്കുക. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? ചക്കരക്കല്ല് പരിസരത്തൊരു സിയാർ കബറ് മറവ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തൊട്ടപ്പുറത്തൊരു കബറിന്റെ അടുത്തുനിന്ന് ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അയാൾക്ക് എന്നെ അറിയാം, എനിക്ക് അയാൾ അറിയില്ല. അദ്ദേഹം വന്നിട്ട് എന്നോട്, നമ്മള് സുബൈർ സലഫില്ലേ നമുക്ക് ചോദിച്ചു, ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാ കബറിൽ ആരാ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയാണ്, മറവ് ചെയ്ത് 11 ദിവസമായിട്ടുള്ളൂ.
ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അവൾക്ക് അസുഖം ബാധിച്ച്, ക്യാൻസർ ബാധിച്ചു. ഞാൻ അവളുടെ കൂടെ ആശുപത്രിയിൽ വന്നു. ഞങ്ങൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് അവൾ മരിച്ചത്. എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച്, എൻ്റെ കയ്യിൽ നിന്നാണ് അവൾ ഇങ്ങനെ ലാസ്റ്റ് പോയത്. ഞങ്ങളെ സ്നേഹവും പെരുമാറ്റവും കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ICUക്ക് ഒന്നും ഇവിടെ കൊണ്ടുപോകണേ, നമുക്ക് വേറെ റൂം എടുക്കാം, സ്പെഷ്യൽ റൂമൊക്കെ ഉണ്ടാക്കി ആ റൂമിൽ പ്രത്യേക മിഷനറികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുത്ത് ഭാര്യന്റെ കൂടെ ഇദ്ദേഹം നിന്നിട്ട് ലാസ്റ്റ് കയ്യെന്ന് പോയി. അദ്ദേഹം പറയാം, നന്നായിട്ട് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയായിരുന്നു ഉസ്താദേ. എന്നതിനർത്ഥം ആ മനസ്സും ശരീരവും എല്ലാം പകുത്ത് നൽകിയ ജീവിതമായിരുന്നു. ഇങ്ങനെ ഭാര്യമാരെ പറ്റി പറയാൻ കഴിഞ്ഞാൽ അവൾക്ക് സ്വർഗ്ഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വർഗം നേടാൻ അവൾക്ക് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ഫർദ് നമസ്കാരങ്ങളുണ്ട്. ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുക, ധാരാളമായി തൗബ ചെയ്ത് നന്നാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളിലൊക്കെ നല്ല നിയ്യത്തുണ്ടാവുക. ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞേക്കുമ്പോ സഹായിച്ചാൽ അതിന്റെ നിയ്യത്ത് നല്ലതായിരിക്കുക. മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് അലക്കി കൊടുക്കുന്നു, അവരുടേതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, നല്ല നിയ്യത്തോടെ വെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുക. വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന മക്കളെയും ഭർത്താവിനെയും നല്ലപോലെ സന്തോഷിപ്പിച്ച് പടിയിറക്കാൻ ശ്രദ്ധിക്കുക. പരാതിയും പരിവട്ടവും വഴക്കും പറഞ്ഞ് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കരുത്. തിരിച്ച് ഭർത്താവ് എങ്ങനെയാ വരികയെന്നറിയില്ല, തിരിച്ച് മക്കൾ സ്കൂൾ വിട്ട് എങ്ങനെ വരാന്നറിയില്ല. ഞങ്ങളുടെ ജില്ലയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു ടിപ്പർ ലോറി നേരെ റോഡ് സൈഡിലേക്ക് മറിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന 4 കുട്ടികളുടെ മേലേക്കാണ് വീണത്. 4 നമ്മുടെ കുട്ടികൾ മരണപ്പെട്ടു. സഹോദരങ്ങളെ, അതിൽ ഒരു കുട്ടിന്റെ കുടുംബം എനിക്ക് അറിയുന്ന കുടുംബ. അവര് പറയാണ്, അവളെ കൂട്ടുകാരിയുടെ വാപ്പ ഓട്ടോറിക്ഷ കൊണ്ട് വന്നിട്ട് സൈഡാക്കിയിട്ട്, മോളെ കേറ്, നമുക്ക് ഓട്ടോറിക്ഷയിൽ പോകാന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ബസ്സിന് വരങ്ങൾ പോയിക്കോളി. അത് പറഞ്ഞ അടുത്ത 5-ാമത്തെ മിനിറ്റിലാണ് ടിപ്പുള്ളത്. അന്ന് അവളുടെ ദിവസമായിരുന്നു. അല്ലാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, എങ്ങനെ തിരിച്ചു വരുമെന്നറിയില്ല. ഒരു ഭാര്യ വന്ന് മക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പരാതി വന്നിട്ട് പറയാണ്, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പിണങ്ങി ജീവിച്ചു. ഭാര്യമാരൊക്കെ ശ്രദ്ധിച്ചോളിട്ടു. 1-ാമത്തെ ദിവസം പിണക്കൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. അയാൾ വന്ന് കിടന്നുറങ്ങി, ഞാനും എൻ്റെ വീട്ടുകാരും വെച്ചു. 2-ാമത്തെ ദിവസവും ഞങ്ങൾ മിണ്ടിയില്ല. ഒരുമിച്ച താമസം, ഭർത്താവിന്റെ വീട്ടിലാണ് താമസം, ഒരുമിച്ച, മിണ്ടിയില്ല. ഭക്ഷണം കൊടുത്തു, വെള്ളം കൊണ്ടേ കൊടുത്തു, മിണ്ടിയില്ല. 3-ാമത്തെ ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ മനുഷ്യൻ ആക്സിഡന്റിലായി. 1.5 കിലോമീറ്റർ അപ്പുറത്ത് ആക്സിഡന്റിലായി. തിരിച്ച് ലാസ്റ്റ് വീട്ടിലേക്ക് വരുന്നത് ജനാസയായിട്ടാണ്. ഈ പെണ്ണിന്റെ കരച്ചിൽ മാറുന്നില്ല. എന്തേ? പിണങ്ങിക്കൊണ്ടാണ് മരിച്ചത്. ഇനി എവിടെ പോയിട്ടാ തൗബ ചെയ്യുക? ഇനി എങ്ങനെയാണ് എനിക്ക് പശ്ചാത്താപം കിട്ടുക? അവർ ആ സങ്കടങ്ങൾ ഉള്ളു തുറക്കാൻ വേണ്ടി ഉംറക്ക് വേണ്ടി വന്നപ്പോഴാണ് എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് നമ്മള് എന്തിനാണ് ഈ വാശിയും പിടിവാശിയും ഒക്കെ? ഭർത്താക്കന്മാര് ഭർത്താവിന്റെ കൃത്യമായി കൊണ്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കുക. എന്താ ഭർത്താവിന് ഇത്ര പണി? ഭർത്താവിനെ, ഭാര്യയെ കൃത്യമായ ബാധ്യതകളോടെ അവളോട് ചെയ്തു കൊടുക്കേണ്ട, നമ്മൾ മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യണം. അതെന്താ? സഹാബത്ത് ചോദിച്ചു, നബിയെ, കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളെ ഭാര്യമാരോട് ഞങ്ങൾക്ക് എന്ത് ബാധ്യതയാ ഉള്ളത്? ഇതാ നീ ഭക്ഷിക്കുമ്പോ അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോ അവൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം. ഇതൊക്കെ നീ വസ്ത്രം ധരിക്കുമ്പോ അവളെ വസ്ത്രം ധരിപ്പിക്കണം. അവളുടെ മാന്യമായ ആവശ്യമാണ്, അവൾക്ക് വസ്ത്രം ഉണ്ടായിരിക്കണം ആ ആവശ്യത്തിന്. എന്തൊക്കെ വർത്തമാനങ്ങൾ ഉണ്ടായാലും നിന്റെ ഭാര്യയുടെ മുഖത്തടിക്കരുത്. നമ്മൾ പുരുഷന്മാരാണ്, കുറച്ച് അടി സ്വഭാവം കൂടുതലുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, നിന്റെ ഭാര്യയൊക്കെ തന്നെയാണ്, മുഖത്തടിക്കരുത്. ഇസ്ലാം അടിക്കണം എന്ന് പറഞ്ഞത് പോലും ഒരു പെണ്ണ് അനുസരണക്കേട് പലതും ആവർത്തിക്കുമ്പോ വേദനിക്കാത്ത രൂപത്തിൽ, മുറിവേൽക്കാത്ത രൂപത്തിൽ ഒരു പാഠമാകാനുള്ള അടി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാതെ പോത്തിനെ തല്ലണ പോലെ തല്ലണം എന്നല്ല ആ ഹദീസിന്റെ അടിസ്ഥാനം. മുഖത്തടിക്കരുത്. ഭാര്യനെ വഷളാക്കാൻ പാടില്ല. ആളുകളുടെ ഇടയില്, ഉമ്മാന്റെ ഇടയില്, വാപ്പാന്റെ ഇടയില്, ഭാര്യ വീട്ടുകാരുടെ ഇടയില് ഒന്ന് ഓളം അങ്ങോട്ട് തരം താഴ്ത്തിയിടുക പാടില്ല.
വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങാൻ പാടില്ല. നമ്മളെ ബെഡ്റൂമിലാവണം. നാട്ടിലൊക്കെ പാടെ അറിയാൻ പാടില്ല. ഓല് 4 ദിവസമായിട്ട് മിണ്ടാതെ നടക്കാണ്, ഓല് 6 കൊല്ലായി മിണ്ടാതെ നടക്കാണ്. അതൊരു സ്വഭാവമല്ല. വീട്ടിൽ വെച്ചല്ലാതെ പിണക്കണ്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിമാരുടെ കൂട്ടത്തിലെ പ്രിയപ്പെട്ടവർ ഖദീജ റളിയല്ലാഹു അൻഹ. ഒരു ഭാര്യ എന്തായിരുന്നു? ഖദീജ ബീവിന്റെ ചരിത്രം വായിച്ചു. ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ഉമ്മമാരോട് ഞാൻ പറയാം, ഖദീജ ബീവിന്റെ ചരിത്രം ഒരിക്കലെങ്കിലും വായിക്കണം. നബി തങ്ങളുടെ ജീവിതത്തിൽ 2 കല്യാണം കഴിഞ്ഞിട്ട് 3ാമത്തെ ആളാണ് നബിന്റെ കൂടെ ജീവിച്ച ഖദീജ ബീവിയുടെ ഭർത്താവ് എന്ന സ്ഥാനത്ത് എത്തുന്നത്. 3ാമത്തെ ഭർത്താവാണ്. നബി തങ്ങളുടെ കൂടെ ജീവിച്ച കാലത്ത് വേറെ ഒരു ഭാര്യ നബിക്ക് ഉണ്ടായിട്ടില്ല. 11 ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. ഖദീജ ബീവിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഒറ്റ ദാമ്പത്യം, ഒറ്റ ഭാര്യ. ശേഷം വന്ന ഭാര്യമാരോട് ഇടക്കിടക്ക് പറയും, എന്റെ ഖദീജ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ചിലപ്പോ ഫാത്തിമ ബീവി ഇങ്ങനെ നടന്നു വരുമ്പോ എനിക്ക് എന്ത് ഖദീജ വരുന്ന പോലെ തോന്നിപ്പോയി എന്നെ നടത്തം കണ്ടിട്ട്. എന്ത് കണ്ടാലും ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർക്കാൻ തുടങ്ങി. എന്തേ കാരണം? അത്രക്ക് മനസ്സറിഞ്ഞ സ്നേഹം. സമ്പത്ത് കൊടുക്കേണ്ടവർക്ക് സമ്പത്ത് കൊടുത്തു, ഇസ്ലാം സ്വീകരിക്കേണ്ടവർക്ക് ഇസ്ലാം സ്വീകരിച്ചു. ഗുഹേന്ന് വന്ന് പേടിച്ചു പറച്ചപ്പോ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്തു, മക്കളെ കൊടുത്തു. ആ രാത്രി ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച രാത്രിയിൽ വീടിന്റെ മൂലയിൽ ഇരുട്ടത്ത് ഒരു കുഞ്ഞ് തേങ്ങിക്കരയുന്ന പോലെ കരയുന്നത് ഞാൻ കണ്ടു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്താണ് കരയാനുള്ളത്? അത്രക്ക് സ്നേഹിച്ച ഹൃദയമാണ് കൈവിട്ടു പോയത്. ഖദീജ ബീവിയും ഹംസ റളിയല്ലാഹു അൻഹുവും മരണപ്പെട്ട കൊല്ലത്തിന് തന്നെ പേരിട്ടിരിക്കുന്നത് ആമുൽ ഹുസ്ൻ എന്ന നബിന്റെ ജീവിതത്തിലെ ദുഃഖവർഷം എന്നായിരുന്നു. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ സ്നേഹിക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് വർത്താനം പറഞ്ഞ് കരഞ്ഞ് ഒലിപ്പിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ സ്നേഹിക്കണം. ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കേണ്ടവരെ കബറങ്ങ പോയിട്ടല്ല, വേണം കബറങ്ങ പോണം. അപ്പൊ സ്നേഹിച്ച പോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്നേഹിക്കേണ്ട. ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്നേഹിക്കാതെ കുറെ 3ഉം 7ഉം 15ഉം ആണ്ടും പോത്തും ബീഫും മട്ടനും വളമ്പി കൊടുത്താ ഇതാണ് ഉമ്മാനോടും വാപ്പാനോടും സ്നേഹം എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഉണ്ടാവില്ല. ഇസ്ലാമിൽ ഒരു മരണ വീട് പോലും ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ നബി അയൽവാസികളോട് പറയാണ്, ഇസ്നഉ ലിആലി ജഅഫർ അത്അം. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുകാർക്ക് നിങ്ങൾ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അവിടെ ഒരു വിധവയുണ്ട്, അവിടെ ഒരു യതീമായ മക്കളുണ്ട്, അവരുടെ ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും മരണ വീട്ടിൽ പോയി കല്യാണ വീട്ടിൽ പോയി തിന്നു പോരുന്ന പോലെ ഭക്ഷണം കുറ്റം പറഞ്ഞ് പോരുന്നുണ്ടെങ്കിൽ ദീനിൽ അതെന്തോ അതിലൊരു പ്രശ്നമുണ്ട്. പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന 10 കിതാബ് വായിച്ചാൽ തന്നെ പറയും ഇസ്ലാമിൽ അതില്ല. ഇമാം ഷാഫി തങ്ങളുടെ കിതാബ് വായിച്ചാൽ കാണാൻ സാധിക്കും ആ നിരക്കുള്ള ചടങ്ങുകൾ, സദ്യകൾ മരണ വീടുകളിൽ ഇല്ല. മുസ്ലിമീങ്ങൾക്കില്ല, വേറെ ചില മതങ്ങൾക്കും വേറെ ചില ആശയക്കാർക്കും ഉണ്ട്. നമ്മളത് കടമെടുത്തതാവാൻ സാധ്യതയുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വരില്ല. മരണപ്പെട്ടതിനു ശേഷമാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ അത് കപടമാണ്. മഹാനായ അബൂ സലമ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഭർത്താവല്ലേ വിട പറഞ്ഞു. അബൂ സലമ റളിയല്ലാഹുവിന്റെ മദീനയിലേക്ക് പോകാൻ നിൽക്കുക. ഭാര്യനെയും സലമ ബീബിനെയും കൂട്ടി പോവുക. ഭർത്താവല്ലേ. പോകുന്ന സമയത്ത് മക്കാർ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, 3 ആളും കൂടി പോകാൻ പറ്റൂല, 3 ആളും കൂടി ഒരുമിച്ച് പോകാൻ പറ്റില്ല. അവസാനം ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചത് ഭയങ്കര മർദ്ദന മക്കത്ത്. അബൂ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. ഉമ്മു സലമ ബീവിനെ ശത്രുക്കൾ മുശ്രിക്കീങ്ങൾ വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ട് ഗോത്രക്കാർക്ക് കൊടുത്തു. ഈ ചെറിയ കുട്ടി സലമ ഉണ്ടായിരുന്നു, അതിനെ വേറൊരു ഗോത്രക്കാർക്ക് കൊടുത്തു. 3 ആള് 3 ധ്രുവത്തിലായി ജീവിക്കാം. അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനത്താണ്. ഉമ്മു സലമ ബീവി ഈ ഗോത്രത്തിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോരും. നടന്ന് തെരയും വഴി കൂടെയൊക്കെ. അങ്ങാടിയിൽ ഒരു ഭ്രാന്തി പെണ്ണിനെ പോലെ കരയുമത്രേ, എന്റെ അബൂ സലമനൊന്ന് എനിക്ക് കാണിച്ചു തരും, എന്റെ അബൂ സലമ എനിക്കൊന്ന് എന്റെ ജീവിതത്തിൽ ഒന്ന് എനിക്കൊന്ന് കണ്ടാൽ മതി. അതെ, ഒരു ഭർത്താവ് അത്ര കണ്ടാ മതി, അയാൾ വീട്ടിലുണ്ടായ മതി, വല്ലതൊന്നും വേണ്ട, ഒരു 50 സെന്റ് മിഠായി മതി, അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായാൽ മതി, ഇഷ്ടപ്പെടുന്നവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായാൽ മതി. അബൂ സലമ റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീനത്തേക്ക് പോവുകയും ചെയ്തല്ലോ. കാലങ്ങൾ 1 കൊല്ലം ഈ കരച്ചിൽ ഭ്രാന്തി പെണ്ണിനെ പോലെ കരഞ്ഞു നടന്നു എന്നാ ചരിത്രം പറയുന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ ആള് വന്നിട്ട് ചോദിച്ചു, എല്ലാം ഉമ്മു സലമ എന്താണ് ഈ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? 1 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവില്ല, അവിടേക്ക് പോണം, എന്നെ പറഞ്ഞേക്കണം. ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു,
ഉമ്മു സലമനെ പറഞ്ഞേക്ക്, എന്തിനാണ് ഈ പാവം ചെയ്യണേ, നമ്മൾ ആ പെണ്ണ് പോയിക്കോട്ടെ, ഞാൻ ഒറ്റക്ക് പോകൂല, എനിക്ക് എന്റെ മോളെ തരണം. സലമ മോളെ കൈ പിടിച്ചു മദീനത്തേക്ക് പോയി. മദീനത്ത് പോയിട്ട് നമ്മക്കൊക്കെ ഇസ്ലാമായതിന്റെ പേരിൽ എന്ത് വേദന വന്നിട്ടുള്ളത്. നമ്മള് പരാതി ഇപ്പൊ എന്താ, തക്കാളിക്ക് വില കൂടി, ഗ്യാസ് കിട്ടണില്ല, ഫാൻ വർക്ക് ചെയ്യണില്ല, പെയിന്റ് പോയിക്കണ്, അവിടെ ടൈൽസ് പൊട്ടിക്കണം, ഇതൊക്കെ നമ്മളെ പരാതി. ആ മനുഷ്യന്മാര് ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. അവിടുന്ന് ഉമ്മു സലമ ബീബി എത്തി, മദീനയിൽ ജീവിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് സുഖമായി ഇങ്ങനെ ജീവിക്കുന്നതിന്റെ ഇടയിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു, മറവ് ചെയ്തു. ഉമ്മു സലമ ബീബി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നബിന്റെ അടുത്ത് നബി ചെന്നിട്ട് സമാധാനിപ്പിക്കാൻ, ഉമ്മു സലമ ക്ഷമിക്കൂ, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഉമ്മു സലമ ബീബി തിരിച്ചു ചോദിച്ചു, ഈ അബൂ സലമയേക്കാൾ മികച്ചൊരു ഒരു ഭർത്താവിനെ ഇനി എനിക്ക് ജീവിതത്തിൽ കിട്ടുമോ? നമ്മളൊക്കെ മരിച്ചാൽ നമ്മളെ ഭാര്യ പറയും, അങ്ങനെ ഇതിനേക്കാൾ നല്ലൊരാളെ പിന്നെ കിട്ടൂല എന്ന് പറയുമെന്ന് ചിന്തിച്ചു. ഉമ്മു സലമ ബീവി പറഞ്ഞതുപോലെ നിബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതിനേക്കാൾ ഉത്തമമായത് ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് ദാമ്പത്യത്തിലേക്ക് കിട്ടിയത്. അതുകൊണ്ട് ഭർത്താവ് മികച്ച ഒരു നല്ല പ്രാതിനിധ്യവും തന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കേണ്ടതും ഉണ്ട് എന്നർത്ഥം. മാതാപിതാക്കളോടുള്ള ബാധ്യത, ഉമ്മക്ക് വാപ്പയോടുള്ള ബാധ്യത, മക്കളോടുള്ള ബാധ്യത, അതെല്ലാം നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്, നമ്മുടെ വീട് ഇസ്ലാമികമാകണം. കുടുംബ സ്വർഗത്ത് പോണോ, നമ്മുടെ വീട് ഇസ്ലാമികമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ നല്ല ഒരു ശതമാനം സമയവും ചെലവാക്കുന്നത് വീട്ടിലാണ്. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളുടെയും അലയൊലി അവിടെ കുടുംബത്തിൽ കാണിക്കും. അത് ഉറപ്പാ. ഒരു ദിവസം ഒരു കുട്ടി വന്നിട്ട് സ്കൂളിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കെന്റെ വെല്ലിപ്പാനെ കിട്ടിയാൽ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഒരു 4ാം ക്ലാസ്സിന്റെ താഴെ പ്രായമുള്ള കുട്ടിക്ക് എന്റെ വെല്ലിപ്പാനെ ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പൊ എന്തോ ഒരു പറ്റാത്ത ഒരു പെരുമാറ്റം ആ കുട്ടിയോട് വെല്ലിപ്പ കാണിച്ചിട്ടുണ്ട്. ആ കുട്ടി പേപ്പറിൽ എഴുതിയിട്ട് അധ്യാപകന്റെ കയ്യിൽ കൊടുത്തു. എത്രയോ സ്ഥലങ്ങൾ. ഒരു ദിവസം ഞാൻ പഠിപ്പിക്കുന്ന ഒരു സ്കൂളില് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി, ആലപ്പുഴക്കാരനാണ്, ഹോസ്റ്റലിൽ താമസിക്കുക. അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന കുട്ടികളെ കോമ്പസ് കൊണ്ട് ബ്ലേഡ് കൊണ്ട് വരക്കുക, കുത്തുക. എല്ലാവരും പരാതി, ഇവനെ വിരലൊക്കെ വെക്ക ചൂണ്ടുക, ഇവനാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു നോക്കി, എന്തായാലും വെറുതെ വികൃതി കളിക്കാന്ന് വിചാരിച്ചിട്ട്. എനിക്ക് മനസ്സിലായത് എന്തോ വികൃതിയൊന്നല്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ അവന്റെ ഒരു ബന്ധുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അവനക്ക് എന്താ പ്രശ്നം? ആ കുട്ടി എപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കണ്ടല്ലോ എല്ലാവരും. ഞാൻ ആ കാര്യം ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, അവന്റെ ഉമ്മ അവൻ ചെറിയ പ്രായത്തിലായിരിക്കുമ്പോ അവനെ ഉപേക്ഷിച്ച് വേറൊരാളുടെ കൂടെ പോയതാണ്. അവന്റെ ഉമ്മാനോടുള്ള ദേഷ്യമാണ് അവനിപ്പ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? ഞാൻ ഇപ്പോഴത്തെ വാർത്ത വായിച്ചു, 2869 ഭാര്യമാർ കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇവർക്കോ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. എവിടേക്കാണ് ഈ പോണത്? പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ട് പിന്നാലെ, ഇപ്പൊ 45 വയസ്സായിക്കണ്. പണ്ട് ഇപ്പോഴത്തെ ഒരു വാർത്ത വന്ന് 65 വയസ്സുകാരൻ മറ്റോന്റെ കൂടെ പോയി, അവറ്റോടെ കൂടെ. എവിടേക്കാ കാലം പോണത്? പൊടി തട്ടിയ ബന്ധങ്ങള് മൊത്തം അവിടുന്ന് ഇവിടുന്ന് നമ്പർ ശേഖരിച്ച് ഈ ആൾ വിചാരിക്കണം ഇതിനേക്കാൾ ഉഷാർ കിട്ടും. ഈ പെണ്ണ് ഇറങ്ങിപ്പോയി. അതിന്റെ മാനസിക സംഘർഷമാണ് ആ കുട്ടി അവിടെ ഇവിടെ. അത് പറഞ്ഞു, വീട് കറക്റ്റ് അല്ലെങ്കിൽ അതെല്ലായിടത്തും ഇങ്ങനെ നിഴലിച്ച് കാണിക്കും. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സംസാരങ്ങൾ വേണ്ടാത്തരങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ ഇപ്പുറത്തും നടക്കും. ഒരു ദിവസം 7 വയസ്സുള്ള കുട്ടി സ്കൂളിൽ വന്നു, അൽഫിത്ര പഠിച്ചുകൊണ്ടിരിക്കും. കുട്ടി അപ്പുറത്തുള്ള പെൺകുട്ടിന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും പിടിക്കാൻ തുടങ്ങി. 7 വയസ്സുള്ള കുട്ടി. പിന്നെ അത് വീണ്ടും മോശമാവാൻ തുടങ്ങി, കിസ് ചെയ്യാനൊക്കെ തുടങ്ങി. അവസാനം കുട്ടിനെ കണ്ടുപിടിച്ചു ടീച്ചർ റൂമിൽ കൊണ്ടുപോയി. എന്താ അങ്ങനെയൊക്കെ ചെയ്യണം? ഒരു കുട്ടിയോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. എന്താ അങ്ങനെ ചെയ്തില്ലല്ലോ? ഉമ്മ എവിടെ? ഉമ്മ വീട്ടിലുണ്ട്.
ഇപ്പൊ ഗൾഫിലായിരുന്നു, ഇന്നലെ വന്നതാണ്. ഇന്നലെ ഗൾഫിൽ വന്നാ ഇനി ബാക്കി വരണ്ടല്ലോ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ കുട്ടി കണ്ടിട്ടുണ്ട്. ആ കണ്ട സീന് കുട്ടി അവിടെ പുറത്തു വരും. നിങ്ങൾ ഭാര്യയും ഭർത്താവും വീട്ടിൽ എന്തൊക്കെ അസ്വാരസ്യങ്ങൾ കാണിക്കുന്നുണ്ടോ ഇതൊക്കെ കുട്ടികളെ ബാധിക്കും. അവിടേക്ക് വരുന്നുണ്ട്. വീട് കൃത്യമായ ഇസ്ലാമിക അന്തരീക്ഷത്തിലേക്ക് വരും. അവിടെ ചിത്രങ്ങള്, രൂപങ്ങള് ഉണ്ടാകാൻ പാടില്ല. മരിച്ചോന്റെ ഫോട്ടോ, ബർത്ത്ഡേന്റെ ഫോട്ടോ, ബർത്ത്ഡേ അല്ല പിന്നെ എന്റെ ഫോട്ടോ വെക്കാൻ പറ്റും, വെഡിങ് ആനിവേഴ്സറിന്റെ ഫോട്ടോ. സ്നേഹത്തിന്റെ അമ്മക്കേ പക്ഷെ ഫോട്ടോ വെച്ച് ചമഞ്ഞിട്ടല്ല, ആ രൂപം ഉണ്ടാക്കി വെക്ക. മനുഷ്യന്മാരുടെ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ വീട്ടിൽ സ്ഥാപിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കയറി വരിക. ആയിഷ ബീവിന്റെ വീട്ടിൽ ഒരു വിരിപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ വിരിപ്പും ഒരു രൂപം ഇങ്ങനെ എന്തൊരു സാധനത്തിനുണ്ട്. നബി പുറത്തേക്കാണ് തന്നു. ഞാൻ കയറൂല. എന്ത് നബി അത് മാറ്റണം പറഞ്ഞു. എന്നിട്ട് ആ ഷീറ്റ് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് പറഞ്ഞു. നബി പറഞ്ഞു, രൂപങ്ങൾ ഉണ്ടെങ്കിൽ, ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ മലായിക്കത്തുകൾ പ്രവേശിക്കില്ല. മലായിക്കത്തുകൾ പ്രവേശിക്കാത്തിടത്ത് ഞാൻ പ്രവേശിക്കില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന കിട്ടണം. വീട്ടില് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട പാട്ടും കൂത്തുമായ ഇൻസ്ട്രുമെന്റ്സുകൾ വെച്ചുള്ള മ്യൂസിക്കുകൾ പെരുകണ. നമ്മളെ ഫോണിൽ ഇരുന്ന് കാണുന്ന റീൽസ്, ഒരു 100 റീൽസ് കണ്ട എത്ര മ്യൂസിക് കിട്ടുന്നു. നമ്മളെ നിസ്കരിച്ചതൊക്കെ വേറെ വന്നു പോയി. എന്തെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വീടുകളിൽ പ്രാർത്ഥനയും ഖുർആനോത്തും നമസ്കാരവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, സലാം പറഞ്ഞിട്ട് കയറണം. വീട്ടിൽ കയറുമ്പോ ബിസ്മി ചൊല്ലണം. പുറത്തു പോയി വീട്ടിലേക്ക് വരുന്നവർ വീട്ടിലെത്തിയ പല്ല് തേക്കണം, മിസ്വാക്ക് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യണം. ഇസ്ലാമിലെ സുന്നത്ത 3 കാര്യം. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക, ബിസ്മി ചൊല്ലുക, അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യുക എന്ന് 3 സുന്നത്ത്. ഇതൊരു ഇസ്ലാമിന്റെ വീട്ടിലെ മര്യാദയാണ്. വീട്ടിലെ 10 വയസ്സിന് പുറമെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ മാറ്റി കടത്തണം. ഇപ്പൊ നിന്റെ കുട്ടികളല്ലേ, ആയിക്കോട്ടെ. അപ്പൊ എന്തുകൊണ്ട് 2 പെൺകുട്ടികളല്ലേ, ആയിക്കോട്ടെ. ഇത് നബിയാണ് പറയണത്. 10 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ഹോർമോൺ ചേഞ്ച് ആവണ കാല. എന്താണ് കേട്ടില്ലേ? ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ചർച്ചയായി വന്നല്ലോ. ഒരു പെൺകുട്ടി കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കൊടുത്തില്ലേ? എന്റെ ഇണയെ കാണാനില്ല, എന്റെ ഇണയെ വീട്ടുകാർ പിടിച്ചിട്ട്. ആരാ എന്റെ ഇണ? വേറൊരു പെൺകുട്ടി. ആ പെൺകുട്ടിനെ ഓളെ വാപ്പ ഇമ്മി പിടിച്ചിട്ടാണ്. അത് എനിക്ക് തരണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് ആ വീട്ടിലെ പെൺകുട്ടിനെ ഇറക്കിയിട്ട് ഇവളുടെ കൂടെ 2 പെണ്ണ് ജോഡിയായി ജീവിക്കുക. എന്നിട്ട് ഓൾക്ക് ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് ഓലങ്ങനെ പൊക്കി നടക്കുക നമ്മുടെ നാട്ടുകാര്. കുറ്റിപ്പുറത്തൊരു ചെങ്ങായി പെണ്ണിന്റെ വേഷം കെട്ടി നടക്കുന്നുണ്ട്. ഗേ സിസ്റ്റം. എന്നിട്ട് അവരെ രാജാക്കന്മാരെ പോലെ ഇങ്ങനെ ഉദ്ഘാടനത്തിനും പ്രോഗ്രാമിനും റിയാലിറ്റി ഷോയിലൊക്കെ കൊടുന്ന് ഇരുത്തി ഇങ്ങനെ താരങ്ങളാക്കി മാറ്റാണ്. എന്തത് ഇവിടെ തുടങ്ങുന്ന ചെറിയ പ്രായത്തിൽ പെൺകുട്ടിക്ക് അവളുടെ വസ്ത്രം കൊടുക്കണം. അവളെ കളികൾ പെൺകുട്ടികളുടെ കൂടെ ആവണം. ഒരു ഉയർന്ന പ്രായത്തിലെത്തുമ്പോൾ ആൺകുട്ടിനെയും അതേപോലെ തന്നെ ശീലമാക്കണം. ആൺകുട്ടിനെ പെൺകുട്ടിനെ പോലെ വളർത്തരുത്. രണ്ടും അങ്ങനെ വ്യത്യാസം കാണിച്ചു മനസ്സിലാക്കി കൊടുക്കണം. പ്രായം എത്തുമ്പോ മാറ്റിക്കടത്തണം. ഇല്ലെങ്കിൽ അത് വേറെ സ്വഭാവത്തിലേക്ക് അത് വരും. ഇസ്ലാം ഇവിടെ എല്ലാം പറഞ്ഞു. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അള്ളാഹു നിങ്ങളുടെ വീടുകളെ ആശ്വാസത്തിന്റെ കേന്ദ്രമാക്കിയിരിക്കുന്നു. നിങ്ങൾ വീടിന്റെ ഗേറ്റുമേ പല പേരോട്ടുണ്ടാവും. മസ്കൻ എന്നാണ് ഇസ്ലാമിന്റെ വീടിന്റെ അടിത്തറ. മസ്കൻ, സമാധാനത്തിന്റെ കേന്ദ്രം. ഭർത്താവ് എവിടെ പോയാലും ജോലി ഇങ്ങോട്ട് കഴിഞ്ഞാൽ മൂപ്പര് കാണും വേണം വീട്ടിൽ വരുന്നു. എന്തേ? ആ വീട്ടിലിങ്ങനെ വന്ന അവിടുത്തെ സ്വീകരണം, ഒരു വെള്ളവും ആ കുട്ടികളെ കൊഞ്ചരങ്ങൾ ഭയങ്കര ഇഷ്ടമാകുമ്പോൾ വീട്ടിൽ വരും. ചില മനുഷ്യർ ജോലി കഴിഞ്ഞ് 6 മണിക്ക് ജോലി കഴിഞ്ഞാലും 10 മണിക്ക് വീട്ടിലെത്തുള്ളൂ. എന്താണ് വരാത്തത്? അവിടെ ഒരു സമാധാനമല്ല. അയാൾ വരൂല. നമ്മളെ കുട്ടികള് സ്കൂൾ 4 മണിക്ക് വിട്ടു, പക്ഷെ സ്കൂൾ വിട്ടിട്ട് വേറെ പണിയൊന്നുമില്ല. വീട്ടിലെത്തുമ്പോ 8 മണിയാവണോ? എന്താ അങ്ങനെ വൈകി വരുന്നത്? അവനക്ക് വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ല. എന്താ വീട് ഇഷ്ടാകാത്തത്? അവനെ പരിഗണിക്കുന്നില്ല. ഇത് വലിയ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. വീട് ആശ്വാസത്തിന്റെ കേന്ദ്രമാണ്. നബി തങ്ങള് ഗുഹയിൽ നിന്ന് പേടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ അവിടെ കള്ള് ഷാപ്പുകളുണ്ട്, ലഹരി കേന്ദ്രങ്ങളുണ്ട്, നർത്തകിമാരുണ്ട്. പക്ഷെ നബി എവിടൊക്കെ പോയിന്നറിയോ? ഖദീജ ബീവിന്റെ വീട്ടിൽ. എന്തേ? അവിടെ ചെന്നാൽ എനിക്ക് പരിഹാരം ഉണ്ടാവും.
ഈ അവസ്ഥയിലേക്ക് നമ്മുടെ വീടുകളെ മാറ്റേണ്ടതുണ്ട്. ഒരു നല്ല ഉമ്മ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മക്കൾ വേറെ എവിടെയും പോകില്ല. ഉമ്മമാരെ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, നമ്മുടെ പുതിയ തലമുറയിലെ മക്കളെ നല്ലപോലെ വളർത്തിയില്ലെങ്കിൽ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എത്തുമോ പ്രിയപ്പെട്ടവരെ? ഉമ്മയും ബാപ്പയ്ക്ക് ഇങ്ങനെ നല്ലപോലെ നടന്നു. പുതിയ തലമുറയിലെ മക്കളെ കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണോ അല്ലെ കുഴപ്പം? ഒന്ന്, ലക്ഷ്യബോധമല്ല. എന്തിനാ ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഒരു കഥയില്ല. എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചു നോക്കി, അങ്ങനെ പോകാൻ കുറെ പൈസ ഉണ്ടാക്കണം, ബുള്ളറ്റ് മേടിക്കണം, ഐഫോൺ മേടിക്കണം, ഇതൊക്കെ സ്വപ്നങ്ങൾ, വേറൊന്നുമില്ല. ഡിജിറ്റൽ എഡിക്ഷൻ ആണ്. നമ്മളതല്ലേ കഞ്ചാവിന് ലഹരിക്കാവുക എന്ന് പറഞ്ഞ പോലെ ഡിജിറ്റൽ എഡിക്ഷൻ. ഫോണും സ്ക്രീനും ഇല്ലാതെ ഭക്ഷണം ഇറങ്ങൂല, ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ പറ്റൂല, സ്കൂളിലൊക്കെ പോയ ആകെ ചൊറിച്ചിലേക്ക് ഇറങ്ങി കിട്ടാനിട്ട്. ഡിജിറ്റൽ എഡിക്ഷൻ വ്യാപകമാവാണ്. പുതിയ പുതിയ സിന്തറ്റിക് ലഹരി, നമ്മളെ പഴയ സിഗരറ്റും കാജാബീഡിയും ഒന്നും ആർക്കും പോവില്ല. അതന്നെ മോശമാണ്. അതിനേക്കാൾ ഡേഞ്ചറായ സാധനങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ ചുണ്ടിലും ബാഗിലും ഒക്കെ വെച്ചിരിക്കുന്നത്. ഒരു അടി ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് നമ്മളെ കുട്ടികളില്ല. അടിക്കാൻ പറ്റിയൊരു ചാൻസ് ഉണ്ടോ? അടിക്കും. എന്താ കാരണം? ഓന്റെ കാറിനെ ഓവർടേക്ക് ചെയ്തു. ഇപ്പടുത്ത് മലപ്പുറത്ത് കേസ് ഉണ്ടായി. ഓന്റെ കാറിന് ജീപ്പ് വരെ പോകുമ്പോൾ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയപ്പോ എന്തോന്ന് ചോദിച്ചു, ഇത്ര എവിടേക്ക് നോക്കിയിട്ട് ഓടിക്കണം ചോദിച്ചു. വണ്ടി കൊണ്ട് ക്രോസിനിട്ട് പൊതിരെ തല്ലി ലോറി ഡ്രൈവർ ജീപ്പ് ഡ്രൈവർ മരണപ്പെട്ടു. ഒരു കാരണം കിട്ടിയാൽ മതി, എന്തെങ്കിലും കാരണം. ഒരു ദിവസം കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായി. കോളേജിൽ എന്താ പ്രശ്നം ഉണ്ടായത്? ഓന്നെ നോക്കി ചിരിച്ചു പറഞ്ഞിട്ട് തന്നെ ഉണ്ടായത്. ഓൻ ജൂനിയറാണ്, ഓൻ തന്നെ നോക്കി ചിരിക്കേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചിട്ട് പിന്നെ കോളേജിന്റെ ഗേറ്റിന്റെ അവിടെ തല്ലാണ്. എന്താ സംഭവം? ഇത് സിനിമകൾ ഇങ്ങനെ കൊടുക്കണം, തല്ലുമാലി കല്ലുമാലയൊക്കെ കൊടുത്തിട്ട് തല്ലിക്കോളിയടാന്ന് ഇങ്ങനെ പറഞ്ഞ് അവരെങ്ങനെ പഠിപ്പിച്ചു വിട്ടു കൊടുക്കുക. എവിടെ കിട്ടിയാലും തല്ല. അത് കല്യാണം ആയാലും പണ്ടില്ല, എന്തായാലും പണ്ടില്ല. പ്രേമം എന്നൊക്കെ പറഞ്ഞ അവര് പറയും, പ്രേമൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾക്ക് ആരാള്? എനിക്ക് ബെസ്റ്റ് ഉണ്ട്, എനിക്ക് ബെഞ്ചി ഉണ്ട്, എനിക്ക് ക്രഷ് ഉണ്ട്, എനിക്ക് സിറ്റുവേഷൻഷിപ്പ് ഉണ്ട് എന്നൊക്കെ പുതിയ പുതിയ വാക്കൊക്കെ. അപ്പൊ വാപ്പ വിചാരിക്കും ഇതെന്തോ നല്ല മഞ്ച് പെർക്ക് എന്നൊക്കെ പറഞ്ഞ മാതിരി എന്തോ മധുരമുള്ള സാധനം വിചാരിച്ചിരിക്കണ്. അല്ല, ഇത് കാമുകന് പറയുന്ന പേരാണിത്. ഇതിന്റെ വേറെ ടൈപ്പാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ എന്ന് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത അവസ്ഥയാണ് അല്ലേ? ബന്ധങ്ങളെ വാപ്പാന്റെ വാപ്പാരാന്ന് വെച്ചാൽ ഉമ്മാന്റെ അനിയത്തിന്റെ മക്കളങ്ങനെ ആരും അറിയാത്ത ഒരു അവസ്ഥ കടന്നു വരിക. അതുകൊണ്ട് നമ്മുടെ മക്കളെ അവരുടെ ബുദ്ധി വളരാൻ മാത്രമുള്ള നല്ല രൂപത്തിൽ അവരെ നന്നായി കൈകാര്യം ചെയ്യണം. നല്ല ക്ഷമയോടെ കൈകാര്യം. ഉമ്മമാരെ, നമ്മുടെ കുട്ടികളോട് നല്ല ക്ഷമയിൽ കൈകാര്യം ചെയ്യണം. നമുക്ക് ദേഷ്യം വരുമ്പോഴല്ല ഉപദേശിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നുമ്പോഴല്ല കുട്ടി തല്ലേണ്ടത്. സാഹചര്യങ്ങൾ നോക്കി ക്ഷമയോടെ പക്വമായി വിവേകത്തോടെ അവരോട് ഇടപഴകാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കൾ മോഡലാവാതെ മക്കൾ നന്നാവൂല. വാപ്പ ഖുർആൻ ഓതൂല, നമസ്കരിക്കൂല. എന്നിട്ട് കുട്ടിനോട് ഇങ്ങനെ മദ്രസയ്ക്കും വിടും, സിയാറിക്കും വിടും, എല്ലാവരും തള്ളി പറഞ്ഞേക്കും. ഓളിങ്ങനെ തങ്കക്കൂടായിട്ട് ജീവിക്കും, നടക്കൂല. ഉപ്പയും ഉമ്മയും മാതൃകയാവാതെ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവില്ല. അതേസമയം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥയിൽ ചില രക്ഷിതാക്കളുണ്ട്. ആ രക്ഷിതാക്കളുടെ പ്രത്യേകത, അവർ അതോറിറ്റേറ്റീവ് പാരന്റിംഗ് ആണ്. കുട്ടിക്ക് വേണ്ടുന്ന ശരി മനസ്സിലാക്കി ശരി പറഞ്ഞു കൊടുക്കും, തെറ്റുള്ള കാര്യങ്ങൾ കുട്ടിനെ തിരുത്തും. 18 വയസ്സായിട്ടില്ല, അവർക്ക് ബുള്ളറ്റ് വേണം പറഞ്ഞു, പാപ്പ പറഞ്ഞു ലൈസൻസ് കിട്ടിയിട്ട് മേടിക്കാൻ മോനെ, ഇപ്പൊ മേടിക്കണ്ടപ്പോ എന്ന് വേണ്ട. ഓക്കെ. ചില ആൾക്കാർ അങ്ങനെയല്ല, കുട്ടി എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന രണ്ടാമത്തെ ടൈപ്പ് ഉണ്ട്, പെർമിസിബിൾ പാരന്റ്. എന്തിനും പെർമിഷൻ. ഐഫോൺ വേണം, ആയിക്കോട്ടെ, ഐഫോൺ എന്താ വാപ്പ പിടിക്കാൻ തരാലോ, 1.5 ലക്ഷത്തിന്റെ ഐഫോൺ പ്രോ. ഓക്കെ. വാപ്പ ഒന്ന് കോളേജിൽ കാർ എടുത്ത് പോട്ടെ. എന്താ കാർ എടുത്ത് പോണു? അതിന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടേ. ആയിക്കോട്ടെ, ഇപ്പോഴും കുട്ടിയല്ലേ, കാർ എടുത്ത് പോയിക്കോടി. ലൈസൻസ് ഇപ്പോഴും കുട്ടി എടുത്തോടി, പിടിപാടുണ്ടല്ലോ. എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുക. നാശാണ് ഉണ്ടാക്കാൻ പോണത്. ജലസി പാരന്റിംഗ് എന്ന വേറെ ടൈപ്പ് ഉണ്ട്. ജലസി പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ, എന്റെ വാപ്പ എനിക്ക് ഒന്നും ചെയ്തു തന്നില്ല, ഒരു കുളത്തൊക്കെ കൂടി കുളിക്കാൻ പറ്റുന്നില്ല, എന്റെ കുട്ടി ഹൈദരാബാദ് പോയിട്ട് മുങ്ങി കുളിച്ചു വരും, പൈസ കൊടുത്തു, കെട്ടണി കൊടുത്തു. എന്റെ കുട്ടിക്കാലത്ത് എനിക്കൊന്ന് ഫോൺ വിളിക്കല്ല, ആ ഫോൺ കൂടി ഉണ്ടായിരുന്നില്ല. എന്റെ കുട്ടിക്ക് ഏതാ വേണ്ട, 2 ആയിക്കോട്ടെ. ഒരു പെൺകുട്ടിക്ക് 8ാം ക്ലാസ്സിൽ നല്ല ഫോണ്.
എന്നിട്ട് 10ാം ക്ലാസ്സിൽ നിന്ന് വാപ്പ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു കൗൺസിലിംഗ് തരും ഉസ്താദ്. എന്താ കുട്ടിക്ക് പ്രശ്നം? ഓള് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരാളായിട്ട് പരിചയമായിട്ട് ഭയങ്കര പ്രശ്നം. അപ്പൊ ചോദിച്ചു എവിടെ ഫോണുണ്ട്? ഓൾക്ക് ഫോണ് ഞാൻ കൊടുത്തു തന്നെയാണ് ഫോണ്. സങ്കടം തോന്നും ചില വാപ്പാര് വന്ന് പറയാം. ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യണ്ട് എറണാകുളം ജില്ലയില് കൊടുങ്ങല്ലൂർ ചേരമാഞ്ചുമ മസ്ജിദിന്റെ അടുത്ത്. ആ മനുഷ്യന് ഖത്തറിൽ ജോലി ചെയ്യാം. ഖത്തറിലെ 22 കൊല്ലം ഭയപ്പെടുത്തി. അത് കുടുംബമല്ലാതെ സാധാരണ ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ടാവും. ഇയാൾ ഫാമിലി വരെ നാട്ടിലാണ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് മക്കൾക്കൊരു ഫോൺ കൊടുത്തു. മോൾക്ക് ഫോണൊക്കെ കൊടുത്ത് മോള് പതുക്കെ ഇങ്ങനെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു രാജേഷുമായിട്ട് കണക്ഷനായി. 6 വീട് അപ്പുറത്ത്. ഇവിടുന്ന് ഇങ്ങോട്ട് വണ്ടി എടുത്ത് നോക്കിയാൽ ഇങ്ങനെ കാണുന്ന ഒരു വീട്ടില്. ഒരു ദിവസം മദീനയിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് റൗളയുടെ പരിസരത്ത് ഞാനിങ്ങനെ ഒഴിഞ്ഞിരിക്കുക. കുറച്ചേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇയാളിന്റെ കയ്യുമോ വന്നിരുന്ന് കുറെ നേരം ഇങ്ങനെ ഇരുന്ന് ഞങ്ങളൊന്ന് ഒറ്റക്ക് കാണണമെന്ന് വിചാരിച്ചിരിക്കുക സ്ഥലം കുറെ കാലം. എന്താണ് നിങ്ങളെ പ്രശ്നം? ഭാര്യ നേഴ്സാണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേഴ്സാണ്, പൈസ ഉണ്ട്. ഇദ്ദേഹത്തിന് ബിസിനസ് സമയത്ത് പൈസ ഉണ്ട്. ഈ മോള ചെങ്ങായിന്റെ കൂടെ പോയിട്ട് ഇതിങ്ങനെ രാവിലെയും വൈകുന്നേരം ആ വീട് ഇങ്ങനെ കാണുമ്പോ മനമൊരുങ്ങി മനുഷ്യൻ കഴിഞ്ഞു. അയാൾ പറയാണ്, ഉസ്താദേ എനിക്ക് ആരെയും പഴി പറയാൻ കഴിയില്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മൊബൈൽ ഫോൺ കൊണ്ടാണ് അവൾ ഇതൊക്കെ ചെയ്തത് എന്ന് അറിയുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. ഒരു റമദാനിന്റെ അവസാനത്തെ 10 ഒരു തറാവീഹിന്റെ സമയത്ത് ഖുർആനോദിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടിനെ ഓം വിളിച്ചു, വായു നമുക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. റമദാനിന്റെ അവസാനത്തെ 10 ഓതിയിരുന്ന ഖുർആൻ അടച്ചു വെക്കാതെ ആ പെൺകുട്ടി ഇറങ്ങിപ്പോയി. ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങളും ഞാൻ ചിന്തിക്കണം, എന്താ അറിയോ? ഇതൊക്കെ അവിടെയാണ്, അതൊക്കെ അപ്പുറത്താണ്. അല്ല, ഈ ചിന്തിക്കാത്ത, മനസ്സിലാക്കാത്ത, ആലോചിക്കാത്ത ആളുകൾക്കൊക്കെ ഇത് സ്വന്തം വീട്ടുമുറ്റത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും. മറ്റൊരു രക്ഷിതാവുണ്ട്, അവന്റെ പ്രത്യേകത അൺഇൻവോൾവ്ഡ്, ഒന്നിൽ ഇടപെടൂല. കുട്ടി എത്രയല്ല പഠിക്കണത്? ഓളോട് ചോദിച്ചോക്കട്ടെ. സ്കൂളിൽ പോയിട്ടെങ്ങാനും നിങ്ങൾ പോയാൽ ശ്രദ്ധിച്ചോളി, നാണം കടാതിരിക്കാൻ ശ്രദ്ധിച്ചോളി. സ്കൂളിൽ പോയ ടീച്ചർ ചോദിക്കും, ഏത് ഡിവിഷനിലാ മോള് പഠിക്കണേന്ന് ചോദിച്ചാൽ ഓളൊന്ന് വിളിക്കട്ടോ. എന്തിനാ നമ്മള് വാപ്പാണെന്ന് പറയുന്നത്? കുട്ടി എവിടെ പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? ആരാ പഠിപ്പിക്കുന്നത്? ഇന്ന് ഞായറാഴ്ച കുട്ടി എന്തിനാ അവിടേക്ക് പോയത്? ഇന്ന് എന്തിനാ കുട്ടി ഇങ്ങോട്ട്? കുട്ടിയുടെ കാര്യം തീരെ ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ടെങ്കിൽ അവർ നാശം വിളിച്ചു വരുത്തുമെന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പുതിയ മക്കളോട് നന്നായി സംസാരിക്കണം. അപ്പരേ ഒഴിവില്ലാന്ന് പറയരുത്. മക്കള് വിളിച്ചെത്തി കുറെ നേരം ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല സംസാരിക്കാം. കണ്ണിൽ നോക്കി സംസാരിക്കാം. നമ്മള് ഫോണിലൊക്കെ നോക്കിട്ടോ അങ്ങോട്ട് കിട്ടോ, അങ്ങോട്ട് പോട്ടോ, അങ്ങോട്ട് പോ. അത് കാര്യമില്ല. കണ്ണിൽ നോക്കി സംസാരിക്കാം, തൊട്ട് സംസാരിക്കാം, തലോടി സ്നേഹിച്ച് തലോടി സംസാരിക്കാം, ടച്ച് ചെയ്ത് സംസാരിക്കാം, ചിരിച്ചോണ്ട് സംസാരിക്കാം. ചില കുട്ടികൾ വന്നിട്ട് പറയും, വാപ്പൊരു കോത്തനാണ്, എനിക്ക് വാപ്പാടത്തൊക്കെ പോണതിന്റെ ദേഷ്യം. നമ്മക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ കാണിച്ച് നടക്കരുത്. നമ്മൾ കുട്ടികളോട് ഒരു വീർപ്പിച്ച അവസ്ഥ കൊണ്ട് നടക്കരുത്. നമ്മൾ സ്നേഹത്തിൽ പെരുമാറും. നമ്മളത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പോകും. ഒരു ദിവസം കോളേജിൽ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. +2 കഴിഞ്ഞു, ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. അപ്പോൾ ഞാൻ പഠിപ്പ് നിർത്താന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞേക്കണ്ടോണ്ട് വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നീ പഠിക്കാൻ തീരുമാനിച്ചു? അല്ല സാറേ, എനിക്ക് സാറും എൻ്റെ അമ്മയും ഒരു പ്രതീക്ഷയാണ്. എന്താ വാപ്പാനെ പറയാത്ത? വാപ്പ കൊണ്ടൂലേ? അപ്പ കൊണ്ടൂല. നിങ്ങൾ മുമ്പ് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കും, ഉമ്മി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പൊ രസമാണ്. അതുകൊണ്ട് പഠിക്കാൻ വരില്ല. ഞാൻ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാറ്, നിങ്ങളിപ്പോ ഇങ്ങനെ ഇരിക്കും, ഭയങ്കര രസമാണ്. അങ്ങനെ വരും. പാപ്പമാര്, ഉമ്മമാര് കുട്ടികളോട് നന്നായി സംസാരിക്കേണ്ടതുണ്ട്. മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ഒരിക്കലും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരായി നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. മക്കൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കരുത്. മക്കൾക്ക് അനുകൂലമായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, നമ്മൾ എപ്പോഴും ഏതൊരു കാര്യത്തിലും എന്ന പോലെ തന്നെ നമ്മുടെ കുടുംബം ഒന്നിച്ച് സ്വർഗത്തിന്റെ അഖിലുകാരായില്ല എങ്കിൽ നമുക്ക് രക്ഷയില്ല. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും സാരാംശം എന്ന് പറയുന്നത്, ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവർ വിജയിച്ചിരിക്കുന്നു.
അവർക്ക് ജയമുണ്ട്. അതാണ് സമാധാനത്തിന്റെ ലോകം, സ്വർഗമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഫി ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ. ഒഴുകുന്ന നദികളുള്ള, കണ്ണിന് കുളിർമയുള്ള, മനസ്സിച്ഛിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, കൊതിക്കുന്നതെല്ലാം തരുന്നത് പരലോകത്താണ്. ഇവിടെ ഇച്ഛിക്കുന്ന, ഇഷ്ടപ്പെടുന്നത് എല്ലാ സ്വപ്നങ്ങളും നടക്കൂല. ഇവിടെ അള്ള വിധിച്ചതേ നടക്കൂ, കൊതിച്ചത് നടക്കൂല. ദുനിയാവിൽ അള്ള പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചാൽ, നമ്മുടെ കുടുംബം ജീവിച്ചാൽ, നാളെ പരലോകത്ത് നമ്മൾ കൊതിച്ചതുപോലെ അള്ള നമുക്ക് സ്വർഗത്തിലെ സകല സുഖങ്ങൾ ഇട്ട് തുറന്നു തരും. അതിനാണ് കൺകുളിർമയുള്ള മനോഹരമായ ദാമ്പത്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. വല്ലദീന യഖൂലൂന, അവര് പ്രാർത്ഥിക്കും, ഇബാദുർ റഹ്മാൻ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ, ഞങ്ങളുടെ ഇണകളിലൂടെ, ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ തരണേ അല്ലാഹ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നേതാക്കന്മാരാക്കണേ. ഞങ്ങളെ മുത്തഖിയാക്കണമെന്നല്ല, മുത്തഖീങ്ങൾക്കൊരു നേതാവെന്ന സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തണേ. ഉലൈക യുജസൗനൽ ഗുർഫത ബിമാ സ്വബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. അവർ ക്ഷമിച്ചത് കൊണ്ട് സ്വർഗത്തിന്റെ മാളികകൾ അവർക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ, അവർ അവിടെ സുഖത്തിൽ ശാശ്വതരായിരിക്കും. ഹസ്നത്ത് മുസ്തഖറൻ വ മുഖാമാ, എത്ര നല്ല സ്ഥലമാണ്, എത്ര സുഖകരമാണ്, എത്ര ആനന്ദകരമാണ്. സ്വർഗത്തിലെത്തിയാൽ മരണമില്ല, വാർദ്ധക്യമില്ല, രോഗമില്ല, പ്രസവമില്ല, ജോലികളില്ല, വേദനകളില്ല, അശ്ലീലങ്ങളില്ല, ചീത്തവിളികളൊന്നും കേൾക്കേണ്ടി വരൂല. ഒരു പണിയെടുക്കണ്ട, സുഖം മാത്രം പടച്ചറപ്പ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി തന്നിരിക്കും. എന്നാൽ അവിടെ പ്രവേശിക്കാതെ പോയാൽ നരകത്തിലായിരിക്കും. നരകമാണെങ്കിൽ അദാബിന്റെ ലോകമാണ്. അതാണ് ആദ്യം പറഞ്ഞത്. അവിടെ പ്രവേശിക്കാതിരിക്കാൻ, നരകത്തിലെത്താതിരിക്കാൻ കൊതിച്ച് നമ്മൾ മനസ്സ് വിചാരിച്ച് അധ്വാനിച്ചോളൂ, നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചോളൂ, ഇസ്ലാമിനെ നെഞ്ചിലേറ്റിക്കോളൂ, നബിന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ചോളൂ. തൗഹീദിനെതിരായ ഒന്നും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നടത്താൻ സമ്മതിക്കരുത്. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാര്, സുദ്ദീഖുമാര്, ശുഹദാക്കന്മാര് ജീവിച്ച യഥാർത്ഥ മാതൃക ായി നമ്മൾ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിഷമങ്ങൾ അള്ളാഹുവിലേക്ക് ഉള്ളു തുറന്ന്, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കുട്ടിനെ കാണാതെ 30 കൊല്ലം യൂസുഫ് നബിനെ കാണാതെ കരഞ്ഞപ്പോ ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് സങ്കടങ്ങൾ നിരത്തി പ്രാർത്ഥിക്കുക ചെയ്തത്. എത്ര മഹാന്മാരും നബിമാരൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ മുമ്പ്.